ഇന്ന് നമ്മൾ നോക്കുന്നത് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. ഇപ്പോൾ ജൂറിസ്പ്രുഡൻസ് എന്താണ് എന്നുള്ളത്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ലോയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, വേരിയസ് ജൂറിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇപ്പോൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി, ജൂറിസ്പ്രുഡൻഷ്യൽ എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള നോളജ് ഓഫ് ലോ എന്നാണ് ആ ഒരു ടേമിൻ്റെ മീനിങ്. നോളജ് ഓഫ് ലോ, നിയമത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ സ്കിൽ ഓഫ് ലോ എന്നൊക്കെ പറയുന്നതാണ് ജൂറിസ്പ്രുഡൻസിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മീനിങ്, പിന്നെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ്, വേരിയസ് ജൂറിസ്റ്റുകൾ ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കി. ഓസ്റ്റിൻ്റെ, സെത്ന, സാൽമണ്ട്, ജെർമി ബന്ധം, ഇങ്ങനെ ജൂലിയസ് ടോൺ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജൂറിസ്റ്റുകളുടെ ഡെഫിനിഷൻസ് നോക്കി. ആൻഡ് ഓൾസോ ലോയെ അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളതും, പിന്നെ എങ്ങനെയാണ് ഈ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഇവോൾവ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു ഏൻഷ്യൻ റോമും ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ളത്, പിന്നെ എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് സൊസൈറ്റിയിലുണ്ട്, എങ്ങനെയാണ് ഇത് ലോയേഴ്സിനെ അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക ജുഡീഷ്യറിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. അപ്പോൾ ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ, സ്കൂൾസ് എന്ന് പറയുമ്പോൾ തന്നെ ജൂറിസ്പ്രുഡൻസിൻ്റെ സ്കൂൾസ് എന്ന് പറയുമ്പോൾ വേരിയസ് തിയറീസിലൂടെ, പല പല തിയറീസിലൂടെ ജൂറിസ്പ്രുഡൻസിൻ്റെ വേരിയസ് തിയറീസ്, അതായത് ലോയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസിലൂടെ എന്താണ് ലോയുടെ നേച്ചർ അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ലോ എന്താണ് സൊസൈറ്റിയിലുള്ളത്, അത് പഠിക്കുന്നതിനെയാണ് ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ. പല പല സ്കൂൾസുകളായിട്ട് തരംതിരിച്ചേക്കുവാണ്. അപ്പോൾ വേരിയസ് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നുള്ളത് 5 എണ്ണമാണ് ഉള്ളത്. അപ്പം അങ്ങനെ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ആർ ഈ പറയുന്ന നേച്ചർ ഓഫ് ലോ എന്താണ്, അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ലോ എന്താണ് സൊസൈറ്റിയിൽ, ലോയുടെ പർപ്പസ് എത്രത്തോളമാണ് സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ലോ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ഒബ്ജക്റ്റാണ് ലോ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയിൽ, അതിൻ്റെ നേച്ചർ എന്താണ് എന്നൊക്കെ ഉള്ളത് വേരിയസ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ അപ്രോച്ചസിലൂടെ, പല പല തിയറീസിലൂടെ, ഓരോരോ ജൂറിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള അവരുടേതായ തിയറീസിലൂടെ, ആ തിയറിറ്റിക്കൽ അപ്രോച്ചസിലൂടെ നമ്മൾ പഠിക്കുന്നതിനെയാണ് ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം ഒരു സ്കൂളിൻ്റെ അണ്ടറിൽ, ഇനി വേറൊരു കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളവരെല്ലാം ഒരു സ്കൂളിൻ്റെ അണ്ടറിൽ. ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയുകയാണ് ലോ എന്ന് പറയുന്നത് ശരിക്കും ഗോഡ് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ലോ എന്ന് പറയുന്നത്, അതാണ് വാലിഡ് ലോ. ഇപ്പോൾ ലോ എന്ന് പറയുന്നത് എപ്പോഴും റീസണുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് പറയുന്ന കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ജൂറിസ്റ്റുകളുണ്ട്. അവരൊക്കെ നാച്ചുറൽ സ്കൂളിൻ്റെ സപ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ നാച്ചുറൽ സ്കൂളിൻ്റെ അണ്ടറിൽ വന്നു. അപ്പോൾ അത് നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. ഇനി ചിലർ പറയുന്നത് ഹിസ്റ്റോറിക്കൽ പരമായിട്ട് വന്നതാണ്, അത് ഇവോൾവ് ചെയ്ത് വന്നതാണ്, നേച്ചറായിട്ട് അത് ഇവോൾവ് ചെയ്ത് ഇങ്ങനെ ഗ്രോത്ത് ആയിട്ട് വന്ന, ഹിസ്റ്റോറിക്കലി വന്നതാണെന്ന് പറയും. അപ്പോൾ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത ജൂറിസ്റ്റുകളെല്ലാം ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിൻ്റെ അണ്ടറിൽ വരും. അപ്പം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോഴേക്കും വേരിയസ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ അപ്രോച്ചസിലൂടെ നമ്മൾ എന്താണ് ലോ എന്നുള്ളത് പഠിക്കുകയാണ്. ദ സ്റ്റഡി ഓഫ് ലോ വേരിയസ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ അപ്രോച്ചസിലൂടെ അത് എയിം ചെയ്യുന്നത് എന്താണ് നേച്ചർ ഓഫ് ലോ, അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ലോ എന്താണ് സൊസൈറ്റിയിലുള്ളത്, അല്ലെങ്കിൽ ആ ഒരു നേച്ചർ ഓഫ് ലോ, പർപ്പസ് ഓഫ് ലോ എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ലോ എന്താണ് സൊസൈറ്റിയിലുള്ളത്, ലോയുടെ ഫംഗ്ഷൻ എന്താണ് സൊസൈറ്റിയിൽ, ഇതൊക്കെ നമ്മൾ വേരിയസ് തിയറിറ്റിക്കൽ അപ്രോച്ചസിലൂടെ പഠിക്കുന്നതിനെയാണ് ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിൽ ഓരോ തിയറിറ്റിക്കൽ അപ്രോച്ചസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ തിയറിറ്റിക്കൽ അപ്രോച്ചസും ഡിഫറെൻ്റ് ആയിരിക്കും, അതെല്ലാം ഡിഫർ ആയിരിക്കും. ഈ പറയുന്ന അവരുടെ ഫണ്ടമെൻ്റൽ അസംഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു തിയറിയിൽ പറയുന്നു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചിലർ പറയും ഇത് ഗോഡ് പറയുന്ന പ്രിൻസിപ്പിൾസ് ആണെന്ന്, കുറച്ച് പേര് പറഞ്ഞു ഹിസ്റ്റോറിക്കലി ഇവോൾവ് ചെയ്ത് വന്നതാണെന്നും. അപ്പോൾ ഓരോരോ സ്കൂൾസ് എടുത്ത് നോക്കുമ്പോഴും ഓരോ സ്കൂൾസിലും ഡിഫറെൻറ്റ് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ തിയറിറ്റിക്കൽ അപ്രോച്ചസും അതിൻ്റെ ഫണ്ടമെൻ്റൽ അസംഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ലോയുടെ അസംഷൻസ് ഓരോരുത്തരും പറയുന്ന, ഓരോ ജൂറിസ്റ്റുകളും പറയുന്ന ലോയുടെ ഫണ്ടമെൻ്റൽ അസംഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ അവർ പറയുന്ന ലോയുടെ റോൾ, സ്റ്റേറ്റിലുള്ള ലോയുടെ റോൾ എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ലോ എത്രത്തോളാണെന്നുള്ളത് ഓരോ ജൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള അസംഷൻസ്, ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് ആയിരിക്കും ഉള്ളത്. അതോടൊപ്പം തന്നെ ലോയും സ്റ്റേറ്റും, അതായത് സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം. നമുക്കറിയാം ലോ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അതായത് സോഷ്യൽ ചേഞ്ചിനുള്ള ഒരു മേജർ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ലോ എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് വന്നു. ഇപ്പോൾ സതിയൊക്കെ ആണെങ്കിലും, സതി ഇപ്പോൾ ഇല്ലാതായത് എങ്ങനെയാണ്, നമുക്ക് പുതിയൊരു സതി പ്രിവെൻഷൻ ആക്ട് വന്നോടുകൂടി. അപ്പോൾ ലോയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലോ ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. സോഷ്യൽ ചേഞ്ചിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ലോ എന്ന് പറയുന്നത്. ലോ വഴിയായിട്ടാണ് ഒരുപാട് സൊസൈറ്റിയിൽ ഇമ്പാക്ട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ലോയും സൊസൈറ്റിയും തമ്മിലുള്ള ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ലോയിൽ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ലോയും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ ഓരോ ജൂറിസ്റ്റുകളുടെയും തിയറിറ്റിക്കൽ അസംഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിൽ പല തിയറിറ്റിക്കൽ അസംഷൻസ് ആണ് പറയുന്നത്. ഈ തിയറിറ്റിക്കൽ അസംഷൻസ് എല്ലാം
ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ തിയററ്റിക്കൽ അസംഷൻസും അതിൻ്റെ ഫണ്ടമെൻ്റൽ അസംഷൻസ് എല്ലാം ഓരോ അപ്രോച്ചസ് എടുത്ത് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ സ്റ്റേറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ സ്റ്റേറ്റിൻ്റെ റോളിനെ പറയുന്നത്. അതോടൊപ്പം തന്നെ ലോയും സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതോടൊപ്പം ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ചിലർ പറയും ലോയിൽ മൊറാലിറ്റി, ധാർമ്മികത വേണമെന്ന്. ചിലർ പറയും മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉള്ളത് മാത്രമാണ് ലോ. ചിലർ അതിനെ ഇൻക്ലൂഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാതെ പറയും, ലോ ആൻഡ് മൊറാലിറ്റി കണക്ട് ചെയ്യാതെ പറയുന്നതും ഉണ്ട്. അപ്പോൾ ഈ ലോ ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതും അതുപോലെ തന്നെ ലോ ആൻഡ് സൊസൈറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒക്കെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വേരിയസ് അപ്രോച്ചസിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ലോയുടെ നേച്ചർ എന്താണ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ലോ എന്താണ് സൊസൈറ്റിയിലുള്ളത് എന്നുള്ളത് വേരിയസ് തിയററ്റിക്കൽ അപ്രോച്ചസിലൂടെ നമ്മൾ പഠിക്കുന്നതിനെയാണ് ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഓരോ ജൂറിസ്റ്റുകളുടെ തിയററ്റിക്കൽ അപ്രോച്ചസിലൂടെ നമ്മൾ പഠിക്കുന്നു. ആ തിയററ്റിക്കൽ അപ്രോച്ചസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവരുടെയൊക്കെ ഫണ്ടമെൻ്റൽ അസംഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അവർ പറയുന്ന ആ ഒരു ലോയുടെ എന്താ പറയുക റിലേഷൻഷിപ്പ്, ലോയും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ലോയും അതോടൊപ്പം തന്നെ മൊറാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലോയുടെ റോള് എത്രത്തോളം ആണെന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പലരും പറയുന്ന പല തിയററ്റിക്കൽ അസംഷൻസ് എടുത്ത് നോക്കുമ്പോഴും സ്റ്റേറ്റിൻ്റെ റോൾ എത്രത്തോളമാണ് അല്ലെങ്കിൽ ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളമാണ്, ലോ ആൻഡ് സൊസൈറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രയാണ്, ലോയുടെ ഫണ്ടമെൻ്റൽ അസംഷൻസ് ഏതൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഡിഫറെൻറ്റ് തിയററ്റിക്കൽ അപ്രോച്ചസിൽ പറയുന്നത്. അപ്പോൾ അത് ഓരോ ജൂറിസ്റ്റുകളും എങ്ങനെയാണ് പറയുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരേപടി സപ്പോർട്ട് ചെയ്ത ആളുകളെയൊക്കെ ഒരു സ്കൂളിൻ്റെ അണ്ടറിൽ വരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കലി വന്നതാണെന്ന് പറയുന്നവരെല്ലാം ഹിസ്റ്റോറിക്കൽ സ്കൂളിൻ്റെ അണ്ടറിൽ. ഇനി നേച്ചറായിട്ട് തന്നെ ഗോഡ് പറയുന്ന രീതിയിൽ കിട്ടുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ശരിക്കും എക്സാക്ട് വാലിഡ് ലോ എന്ന് പറയുന്നവരൊക്കെ നാച്ചുറൽ സ്കൂളിൻ്റെ അണ്ടറിൽ. അപ്പം അങ്ങനെ 5 സ്കൂൾസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പഠിക്കുന്നത്. സോ ദർ ആർ 5 സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ്. ഒന്ന് ഫിലോസഫിക്കൽ സ്കൂള് അല്ലെങ്കിൽ നാച്ചുറൽ സ്കൂൾ എന്ന് പറയും. ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. 2 ഹിസ്റ്റോറിക്കൽ സ്കൂള്. 3 അനാലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. 4 സോഷ്യോളജിക്കൽ സ്കൂള്. 5 റിയലിസ്റ്റ് സ്കൂള്. ഇങ്ങനെ 5 സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്ത് ഓരോ ടോപ്പിക്കായിട്ട് നോക്കുന്നത്. ഈ 5 സ്കൂളിനെയും സപ്പോർട്ട് ചെയ്യുന്ന ജൂറിസ്റ്റുകൾ കാണും. അതായത് ഇപ്പോൾ ഫിലോസഫിക്കൽ സ്കൂൾ എടുത്ത് നോക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ജൂറിസ്റ്റുകൾ കാണും. അപ്പോൾ അവരൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അവരുടേതായ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ നോക്കുക. ഹിസ്റ്റോറിക്കൽ സ്കൂളിലും അതേപടി തന്നെ സപ്പോർട്ട് ചെയ്ത ജൂറിസ്റ്റുകളുണ്ട്. ഒരുപാട് ജൂറിസ്റ്റുകൾ ഓരോ സ്കൂളിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ മെയിൻ ആയിട്ടുള്ള ജൂറിസ്റ്റുകളും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് അതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. ഇത് 5 സ്കൂളും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും 1 by 1 ആയിട്ട് ഡീൽ ചെയ്യും. ഫസ്റ്റ് വൺ നമ്മൾ ഇന്ന് നോക്കുന്നത് നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. അപ്പോൾ ഈ ഒരു സ്കൂളിന് പല പല പേരിൻ്റെ അണ്ടറിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്, അല്ലെങ്കിൽ എത്തിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഓർ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. അപ്പോൾ ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാലും നാച്ചുറൽ ലോ സ്കൂൾ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാലും എത്തിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് ചോദിച്ചാലും മെറ്റാഫിസിക്കൽ സ്കൂൾ എന്നൊക്കെ ചോദിച്ചാലും സെയിം തന്നെയാണ്. ഇതെല്ലാം മീൻ ചെയ്യുന്നത് ഫിലോസഫിക്കൽ സ്കൂൾ അല്ലെങ്കിൽ നാച്ചുറൽ ലോ സ്കൂളിനെ തന്നെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ലോ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത്, അവരുടെ ഒരു വ്യൂ പോയിന്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഫിലോസഫിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ഈ ഒരു നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് അവർ പറയുന്നത് ഒരു എത്തിക്കൽ സ്കൂളായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. ആ പേര് തന്നെ ഉണ്ട് എത്തിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. അവർ പറഞ്ഞിരുന്ന ഒരു ലീഗൽ ഫിലോസഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്തിരുന്ന ഈ ഒരു സ്കൂളിലെ ജൂറിസ്റ്റുകളെല്ലാം ഫോളോ ചെയ്തിരുന്ന ഇതിൻ്റെ ഫോളോവേഴ്സ് അവർ പറഞ്ഞിരുന്ന ഒരു ലീഗൽ ഫിലോസഫി എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സം എത്തിക്കൽ വാല്യൂസ്. കുറച്ച് എത്തിക്കൽ വാല്യൂസിനെ ബേസിലായിരിക്കണം ലോ എന്ന് പറയുന്നത്. ആ എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, പീപ്പിളിനെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് വളരെ അപ്രൈറ്റ്ലി ആയിട്ട്, അതായത് നല്ല രീതിയിൽ ശരിയായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീപ്പിളിനെ അവിടെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുന്ന കുറച്ച് എത്തിക്കൽ ആയിട്ടുള്ള വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ലോ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലാണ്, അങ്ങനെയുള്ള ഒരു ലീഗൽ പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് ഈ ഒരു എത്തിക്കൽ സ്കൂൾ അല്ലെങ്കിൽ നാച്ചുറൽ ലോ സ്കൂൾ പറയുന്നത്. അപ്പോൾ അവരെപ്പോഴും പറഞ്ഞിട്ടുള്ള ലോ ഷുഡ് ബി ബേസ്ഡ് ഓൺ സം റീസൺസ്. ലോ എന്ന് പറയുന്നത് റീസൺസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ റീസൺ എന്ന് പറയുന്നത് കുറച്ച് പ്രിൻസിപ്പിൾസിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. റീസൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ലോ എപ്പോഴും കുറച്ച് റീസൺസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതായത് ഹയർ മോറൽ ഓർ സം സോർട്ട് ഓഫ് ഹയർ പ്രിൻസിപ്പിൾ, കുറച്ച്
ഒരു ഉയർന്ന ചിന്താഗതി അല്ലെങ്കിൽ ഒരു ഹൈ സോർട്ട് ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ എപ്പോഴും കുറച്ച് റീസൺസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം, കുറച്ച് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് എങ്ങനെയായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ. അപ്പൊ ലോ എപ്പോഴും കുറച്ച് റീസൺസ്, അതായത് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ആ പ്രിൻസിപ്പിൾസ് ഈ എത്തിക്കൽ സ്കൂൾ പറയുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, നാച്ചുറൽ ലോ സ്കൂൾ പറയുന്ന പ്രിൻസിപ്പിൾ ജസ്റ്റ് ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും റീസണബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അവിടെ ന്യായവും നീതിയും വളരെ റീസണബിൾ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിരിക്കണം. അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കണം എന്ത്? ലോ എന്ന് പറയുന്നത്. ലോ ഷുഡ് ബി ബേസ്ഡ് ഓൺ കുറച്ച് ഹയർ ആയിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് ഹയർ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. എങ്ങനെയുള്ള? ജസ്റ്റ് ആയിട്ടുള്ളതും വളരെ ഫെയർ ആയിട്ടുള്ള, നീതി ന്യായം ഒക്കെ അവിടെ വേണമെന്ന് പറയില്ലേ, അത് തന്നെ ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള കുറച്ച് റീസൺസിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സം റീസൺസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ലോയും റീസണേയും തമ്മിൽ കണക്ട് ചെയ്ത് പറഞ്ഞത് ഏത് സ്കൂളാണെന്ന് പറയുകയാണെങ്കിൽ നാച്ചുറൽ ലോ സ്കൂളാണ്, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂൾ, മറ്റൊരു പേരാണ് എത്തിക്കൽ സ്കൂൾ, അതല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്കൂൾ. അങ്ങനെ ഓർത്തിരിക്കുക, നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ എത്തിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂൾ ഓർ മെറ്റാഫിസിക്കൽ സ്കൂളാണ് ലോയും അതുപോലെ തന്നെ റീസണിനെയും കണക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഈ സ്കൂൾ പറഞ്ഞത് ഇറ്റ് ഈസ് എ മോറൽ തിയറി ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സ്കൂള് കംപ്ലീറ്റ്ലി പറയുന്നത് ഇറ്റ്സ് മോറൽ തിയറി ഓഫ് ജൂറിസ്പ്രുഡൻസ്. എന്താ? ലോ എന്ന് പറയുന്നത് ഒരു മോറൽ തിയറി ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ് എന്നാണ് ഈ ഒരു നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂള് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്കൂള് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞത് ലോ ഷുഡ് ബി ബേസ്ഡ് ഓൺ സം മോറൽ ആൻഡ് എത്തിക്കൽസ്. അപ്പോൾ മോറൽസിനെയും കുറച്ച് ധാർമ്മികതയും കുറച്ച് എത്തിക്സ് ഒക്കെ എന്ത് വേണം? ലോയിൽ വേണം. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ലോ. അപ്പൊ എത്തിക്കൽ വാല്യൂസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞതാണ് ഈ നാച്ചുറൽ ലോ സ്കൂൾ എന്ന് പറയുന്നത്. ലോയും റീസണേയും തമ്മിലാണ് അവർ കണക്ട് ചെയ്ത് പറഞ്ഞത്. എത്തിക്കൽ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ലോ എന്ന് പറയുന്നത് കുറച്ച് മോറൽസിനെ ബേസ് ചെയ്തിട്ടുള്ളതും എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സം റീസൺസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ആ റീസൺസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം. ഒരു മോറൽ തിയറി ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് നമ്മൾ ഈ ഒരു സ്കൂളിനെ പറയുന്നത്. അപ്പൊ ഏത് ലോ എന്ന് പറഞ്ഞാലും ആ ലോ അവിടെ ജസ്റ്റ് ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും റീസണബിൾ ആയിട്ടുള്ള ലോയും ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ലോയാണ് നാച്ചുറൽ ലോ എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂൾ പറയുന്നത്. അപ്പൊ എവറി ലോ ദാറ്റ് ഷുഡ് ബി ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം. ഏത് നിയമം എടുത്താലും ആ നിയമം അവിടെ ഫെയർ ആയിട്ടുള്ള, അവിടെ നീതി ന്യായം ഒക്കെ അവിടെ വേണം. ജസ്റ്റ് ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ലോ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ലോയാണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ ലോ. അപ്പൊ ഇതിന്റെ സപ്പോർട്ടേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്, നാച്ചുറൽ ലോ എന്ന് പറയുന്നതാണ് ജസ്റ്റ് ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും റീസണബിൾ ആയിട്ടുള്ള ഒരു ലോ. അതാണ് അടിപൊളി എന്നുള്ള രീതിയിൽ, അപ്പൊ അതാണ് ഒരു ബെറ്റർ ലോ എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരു ലോ നാച്ചുറൽ ലോയ്ക്ക് എഗനിസ്റ്റ് ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. അത് വാലിഡ് ലോ അല്ല, പിന്നെ അത് ഒരു നിയമപ്രകാരം വാലിഡ് ആയിട്ടുള്ള ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതാണ് പറയുന്നത്, നാച്ചുറൽ ലോ എന്ന് പറയുന്നതാണ് ജസ്റ്റ് ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും റീസണബിൾ ആയിട്ടുള്ള ലോ. ഇനി അങ്ങനെ അല്ലാതെ നാച്ചുറൽ ലോയ്ക്ക് ഇങ്ങനെ ജസ്റ്റും ഫെയറും റീസണബിളും അല്ലാത്ത ഒരു നാച്ചുറൽ ലോയ്ക്ക് എഗനിസ്റ്റ് ആയിട്ട് വരുന്ന ഏത് നിയമമാണെങ്കിലും അത് വാലിഡ് ആയിട്ടുള്ള ഒരു ലോ അല്ല. അപ്പൊ അങ്ങനെയാണ് നാച്ചുറൽ ലോ സ്കൂളിലുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പർപ്പസ് ഓഫ് ലോ എന്ന് പറയുന്നത്, ലോയുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഈ നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ലോയുടെ വെരി പേർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക, അവിടെ സോഷ്യൽ ഹാർമണി, ഒരു സോഷ്യൽ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അതോടൊപ്പം തന്നെ ലോ ആൻഡ് ഓർഡർ അവിടെ പ്രിസർവ് ചെയ്തു പോവുക. അതുപോലെ തന്നെ ജസ്റ്റിഫൈ ചെയ്യുക, എന്തെങ്കിലും ലീഗൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യുക. സൊസൈറ്റിയിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു സോഷ്യൽ ഹാർമണി, ആ ഒരു ഹാർമണി അവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണെന്നാണ് നാച്ചുറൽ ലോ സ്കൂൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? മെയിൻറ്റെയിൻ ചെയ്യുക, സോഷ്യൽ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് ഓൾസോ ലോ ആൻഡ് ഓർഡർ സൊസൈറ്റിയിൽ പ്രിസർവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ജസ്റ്റിഫൈ ചെയ്യുക, ലീഗൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഓൺലി ഇഫ് ദേ പ്രൊമോട്ട് ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ലീഗൽ റെസ്ട്രിക്ഷൻസ് വരികയാണെങ്കിൽ അതൊക്കെ ജസ്റ്റിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് ലോയുടെ പർപ്പസ് എന്നുള്ള രീതിയിലാണ് നാച്ചുറൽ ലോ സ്കൂൾ പറയുന്നത്. അപ്പൊ ലോയും റീസണേയും തമ്മിൽ, അതായത് ലോ ആൻഡ് റീസൺ അല്ലെങ്കിൽ ലോജിക് ആൻഡ് റീസൺ തമ്മിലുള്ള ഒരു
കണക്ഷൻ, അതാണ് ഈ ഒരു നാച്ചുറൽ ലോ സ്കൂളിൽ പറയുന്നത്. എപ്പോഴും കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ലോ എന്ന് പറയുന്നത്, അതായിരിക്കണം വാലിഡ് ആയിട്ടുള്ള ലോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു നാച്ചുറൽ ലോ സ്കൂളിലെ എല്ലാവരും പറയുന്നത്, സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവർ. ഇതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സപ്പോർട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത് വന്ന ആ ഒരു അതിന്റെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ജൂറിസ്റ്റുകൾ ആരൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുക തോമസ് അക്വിനാസ് ആണ്. ഒരുപാട് പേരുണ്ട്. തോമസ് അക്വിനാസ് ഉണ്ട്, ജോൺ ലോക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ തോമസ് ഹോബ്സ് ഉണ്ട്, പിന്നെ ഹ്യൂഗോ ഗ്രേഷ്യസ്, ഇമാനുവൽ കാന്റ്, ഹെഗൽ, അരിസ്റ്റോട്ടില, പിന്നെ പ്ലാറ്റോ. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു ജൂറിസ്റ്റുകളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു സ്കൂളിനെ, നമ്മുടെ ആദ്യത്തെ സ്കൂളായിട്ടുള്ള നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂൾ അല്ലെങ്കിൽ എത്തിക്കൽ സ്കൂൾ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്കൂൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടേഴ്സ് ആണ്. അപ്പൊ അതിൽ ആദ്യത്തെ തോമസ് അക്വിനാസ് ആണ്. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ഒരു 12th സെഞ്ചുറിയിലെ ജൂറിസ്റ്റ് ആയിരുന്നു. ആ ഒരു ടൈം പീരീഡിലെ ഒരു 12ാമത്തെ സെഞ്ചുറി 12th സെഞ്ചുറിയിലെ ജൂറിസ്റ്റ് ആയിരുന്നു ഈ ഒരു തോമസ് അക്വിനാസ് എന്ന് ഉള്ള ഫസ്റ്റ് ജൂറിസ്റ്റ്, നമ്മൾ പറയുന്ന ഫസ്റ്റ് ജൂറിസ്റ്റ്. അപ്പൊ ഈ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു, 12th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഒരു ജൂറിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ലോയിൽ റിലീജിയൻ എന്ന് പറയുന്നതിന് വളരെ ഒരു ഗ്രേറ്റ് റോൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. റിലീജിയൻ ഹാഡ് എ ഗ്രേറ്റ് റോൾ ഇൻ ലോ അറ്റ് ദാറ്റ് ടൈം. അതായത് 12th സെഞ്ചുറിയിലെ ഒരു ജൂറിസ്റ്റ് ആണ് ഈ തോമസ് അക്വിനാസ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ലോയിൽ ഒരു ഗ്രേറ്റ് റോള് റിലീജിയൻ ഉണ്ടായിരുന്നു. ഇപ്പൊ റിലീജിയനിൽ എന്ന് പറയുന്നത്, റിലീജിയൻ എപ്പോഴും, അതായത് മതത്തിന് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു റോൾ അല്ലെങ്കിൽ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു നിയമത്തിൽ അറ്റ് ദാറ്റ് ടൈം, ആ ഒരു 12th സെഞ്ചുറിയിൽ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അദ്ദേഹം നാച്ചുറൽ ലോയിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ നാച്ചുറൽ ലോയിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തത് ഒബീഡിയൻസ് ഓഫ് റീസൺ ഫോർ ദ കോമൺ ഗോഡ്. അപ്പൊ ഈ പറയുന്ന ഫോർ ദ കോമൺ ഗുഡ് കേട്ടോ, കോമൺ ഗുഡ് ആണ്. അപ്പൊ ഈ പറയുന്ന നല്ലതിന് വേണ്ടിയിട്ട്, കോമൺ ഗുഡിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ടർ ആണ് നാച്ചുറൽ ലോ സ്കൂളിലെ തോമസ് അക്വിനാസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, തോമസ് അക്വിനാസ് എന്ന് പറയുന്നത് 12th സെഞ്ചുറിയിലെ ഒരു ജൂറിസ്റ്റ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ റിലീജിയന് വളരെ ഒരു ഗ്രേറ്റ് പ്രൊമിനൻസ് അല്ലെങ്കിൽ റോൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു ലോയിൽ റിലീജിയന് ആ ഒരു ഗ്രേറ്റ് റോൾ, റിലീജിയൻ ഹാഡ് എ ഗ്രേറ്റ് റോൾ ഇൻ ലോ അറ്റ് ദാറ്റ് ടൈം ഇൻ ദ 12th സെഞ്ചുറിയിൽ ആ ഒരു സമയത്ത്. അപ്പൊ അദ്ദേഹം ഡിഫൈൻ ചെയ്തത് നാച്ചുറൽ ലോയിനെ. അപ്പൊ നാച്ചുറൽ ലോയുടെ ഒരു സപ്പോർട്ടറാണ് ഈ തോമസ് അക്വിനാസ് നാച്ചുറൽ ലോയിനെ ഡിഫൈൻ ചെയ്തത് ആസ് ദ ഒബീഡിയൻസ് ഓഫ് ദ റീസൺ ഫോർ ദ കോമൺ ഗുഡ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ ഗുഡിന് വേണ്ടിയിട്ട്, കോമൺ ഗുഡിന് വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ഒബേ ചെയ്യുന്നു, ഒബീഡിയൻസിനെയാണ്. അതായത് റീസൺ മീൻസ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല പ്രിൻസിപ്പിൾസ്, നമ്മൾ ഹൈ മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒബേ ചെയ്യുന്നു ഫോർ ദ കോമൺ ഗുഡ്. നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗുഡിന് വേണ്ടിയിട്ടുള്ള റീസൺസ്, ഹയർ പ്രിൻസിപ്പിൾസ് ഒബേ ചെയ്യുന്ന ആ ഒരു ഒബീഡിയൻസിനെയാണ് നാച്ചുറൽ ലോ എന്ന് തോമസ് അക്വിനാസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഹി ഡിഫൈൻ ദ നാച്ചുറൽ ലോ ആസ് ദ ഒബീഡിയൻസ് ഓഫ് റീസൺ ഫോർ ദ കോമൺ ഗുഡ്. സോ ലോ ഇൻ ഓൾ ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻ, ലോ എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി ഒരു ഡിവൈൻ റീസണിൽ നിന്നും വരുന്നതാണ്. ഡിവൈൻ റീസൺ മീൻസ് ഒരു ഗോഡിൽ നിന്നും, അതായത് ഒരു ഹയർ മോറൽ പ്രിൻസിപ്പിൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോ എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചോളം അൾട്ടിമേറ്റ്ലി ഫ്ലോ ചെയ്യുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു റീസൺ, ഡിവൈൻ റീസണിൽ നിന്നും ഗോഡിൽ നിന്നും അൾട്ടിമേറ്റ്ലി അത് ഫ്ലോ ചെയ്ത് വരുന്നതാണ് ലോ എന്ന് പറയുന്നത്. ഇൻ ഓൾ ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻ തോമസ് അക്വിനാസ് അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കാണ് സുമാ തിയോളജിക്ക എന്ന് പറയുന്നത്. സുമാ തിയോളജിക്ക തോമസ് അക്വിനാസിന്റെ ഒരു ഫേമസ് ബുക്കാണ്, നോട്ട് ചെയ്ത് വെക്കുക, സുമാ തിയോളജിക്ക എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എവ്രി ലോ ഫ്രെയിം ബൈ ദ മാൻ bears the character of law exactly to the extent to which it is derived from the law of nature. അതായത് മാൻ ഓൾറെഡി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ലോയും അതിനകത്തൊക്കെ ഉണ്ട് ലോ ഓഫ് നേച്ചറിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ലോ ആണ്. അതായത് മാൻ്റെ ക്യാരക്ടറിനെ ബിയർ ചെയ്യുന്ന ഏതൊക്കെ ലോസ് ആണോ അവിടെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്, ആ ലോസ് എല്ലാം എക്സാക്ട്ലി ഡിറൈവ് ചെയ്തു വന്ന ലോസ് ഓഫ് നേച്ചർ ആണ്. അപ്പൊ നാച്ചുറൽ ലോയുടെ ഇമ്പോർട്ടൻസ് ആണ് ഈ തോമസ് അക്വിനാസ് പറയുന്നത്. നാച്ചുറൽ ലോ എന്ന് പറയുന്നതിൽ നിന്നാണ്, അല്ലെങ്കിൽ ലോ ഓഫ് ദി നേച്ചറിൽ നിന്നാണ് ഇന്ന് മാൻ ഫ്രെയിം ചെയ്തിട്ടുള്ള എല്ലാ ലോസും ഡിറൈവ് ചെയ്ത് വരുന്നത്, എക്സാക്ട്ലി അവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത് എന്നാണ് തോമസ് അക്വിനാസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് സുമാ തിയോളജിക്ക എന്ന് പറയുന്നത്. ഇനി തോമസ് അക്വിനാസിനെ സംബന്ധിച്ചിടത്തോളം അൺജസ്റ്റ് ആയിട്ടുള്ള ലോസ്,
അവിടെ ഒബീഡിയൻസ് ഡിസേർവ് ചെയ്യുന്നില്ല, അതായത് ഒബേ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ജസ്റ്റ് ആയിട്ടുള്ള ന്യായപരമായിട്ടുള്ള ലോസ് മാത്രമാണ് ഒബീഡിയൻസ് ഡിസേർവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അൺജസ്റ്റ് ആയിട്ടുള്ള ലോസ് ആണെങ്കിൽ അത് ഒബീഡിയൻസ് ഡിസേർവ് ചെയ്യുന്നില്ല. ദ ഒൺലി ലോസ് എ മാൻ ഷുഡ് ഫോളോ ആർ ദ ലോസ് സെറ്റ് ഇൻ ദ നേച്ചർ ബൈ ഗോഡ്സ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് ആയിട്ടുള്ള ലോ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ലോ, മോറൽ ആയിട്ടുള്ള ലോ എന്നൊക്കെ പറയുന്നതാണ് നാച്ചുറൽ ലോ. അങ്ങനെയുള്ള നാച്ചുറൽ ലോ മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളൂ എന്നാണ് നാച്ചുറൽ ലോ സ്കൂളിലെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്. അപ്പൊ തോമസ് അക്വിനാസും അത് തന്നെയാണ് പറയുന്നത്. അൺജസ്റ്റ് ആയിട്ടുള്ള ലോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒബീഡിയൻസ് ഡിസേർവ് ചെയ്യുന്നില്ല. ലോ മാൻ ഫോളോ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? ഗോഡ് നേച്ചർ വഴിയായിട്ട്, അതായത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹയസ്റ്റ് റീസണിൽ നിന്നും വരുന്ന, അതായത് ഡിവൈൻ റീസണിൽ നിന്നും വരുന്ന നേച്ചർ ബൈ ഗോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലോസ് മാത്രമാണ് മാൻ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതുള്ളൂ. അതല്ലാത്ത ലോസ് ഒന്നും ജസ്റ്റ് ആയിട്ടുള്ള ലോസ് അല്ല. അങ്ങനെയുള്ള അൺജസ്റ്റ് ലോസ് ഒന്നും ഒരു ഒബീഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ബൈൻഡിങ് നേച്ചർ അവിടെ ഇല്ല, മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടില്ല. which can find by applying the reason and studying the religious scriptures. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഈ ഒരു ഗോഡ് നേച്ചർ വഴിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ലോ നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സ് പഠിക്കുന്ന വഴിയായിട്ടും അതുപോലെ തന്നെ നമുക്ക് റിലീജിയസ് ബുക്സിലൂടെയും ഒക്കെ നമുക്ക് കാണുന്ന ലോ ഗോഡ് വഴിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, നാച്ചുറലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ലോസ് മാത്രമേ അവിടെ ഒബീഡിയൻസ് ഡിസേർവ് ചെയ്യുന്നുള്ളൂ. അതല്ലാത്ത ലോസ് എല്ലാം അൺജസ്റ്റ് ആയിട്ടുള്ള ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള അൺജസ്റ്റ് ലോസ് അവിടെ ഒരു ഒബീഡിയൻസ് ഡിസേർവ് ചെയ്യുന്നില്ല. അപ്പോൾ തോമസ് അക്വിനാസ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോയിനെ സപ്പോർട്ട് ചെയ്ത ഫസ്റ്റ് സപ്പോർട്ടർ ആയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ഒരു റിലീജിയൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലൊക്കെ റിലീജിയന് ലോയിൽ വളരെ ഒരു ഗ്രേറ്റ് പ്രോമിനൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു ടൈം ആയിരുന്നു. സോ അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നു നാച്ചുറൽ ലോ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യത്തിന്, ഒരു കോമൺ ഗുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഹയസ്റ്റ് റീസൺ നമ്മൾ ഒബേ ചെയ്യുന്നു, അതിനെയാണ് നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഡിവൈൻ റീസണിൽ നിന്ന് വന്നതാണ്. സുമ തിയോളജിക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ്. അപ്പോൾ ലോ ഓഫ് നേച്ചറിൽ നിന്നാണ് ഇന്ന് മാൻ ഫോളോ ചെയ്യുന്ന എല്ലാ, അല്ലെങ്കിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള എല്ലാ ലോസും ഡിറൈവ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ അൺജസ്റ്റ് ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്ന അവിടെ ഒരു ഒബീഡിയൻസ് ഡിസേർവ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് റീസണബിൾ ആയിട്ടുള്ള, ജസ്റ്റ് ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള ലോ മാത്രമാണ് നാച്ചുറൽ ലോ. അങ്ങനെയുള്ള ലോ മാത്രമേ ഒബേ ചെയ്യേണ്ടുള്ളൂ. അതല്ലാത്ത ലോസ് അവിടെ ഒബീഡിയൻസ് ഡിസേർവ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള നാച്ചുറൽ ലോസ് നമുക്ക് കാണാൻ പറ്റുന്നത് ലോ ഗോഡ് വഴിയായിട്ട് സെറ്റ് ചെയ്ത്, നേച്ചർ വഴിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലോസിന് മാത്രമേ നമുക്ക് ജസ്റ്റ് ലോസ്, ജസ്റ്റ് ആയിട്ടുള്ളയും റീസണബിൾ ആയിട്ടുള്ള ലോസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന വഴിയായി, അനലൈസ് ചെയ്യുന്ന വഴിയായി നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമാണ് നാച്ചുറൽ ലോ എന്നുള്ള രീതിയിലാണ് തോമസ് അക്വിനാസ് ഈ ഒരു നാച്ചുറൽ ലോ സ്കൂളിലേക്ക് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻസ്, കോൺട്രിബ്യൂഷൻസ് എല്ലാം ഇതായിരുന്നു. അടുത്തൊരു സപ്പോർട്ടറാണ് ജോൺ ലോക്ക്. നെക്സ്റ്റ് സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു ജോൺ ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ജോൺ ലോക്ക് പറഞ്ഞിരുന്നത് 3 റൈറ്റ്സിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്ത്. ഒന്ന് റൈറ്റ് ടു ലൈഫ്, 2 റൈറ്റ് ടു പ്രോപ്പർട്ടി, 3 റൈറ്റ് ടു ലിബർട്ടി. ഇങ്ങനെ 3 ബ്രാക്കറ്റിലിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ലിബർട്ടി. ഈ 3 റൈറ്റ്സും ഒരു ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഇൻഏലിയനബിൾ റൈറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഇൻഏലിയനബിൾ ആയിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് ഒരു ഇൻഡിവിജ്വലിന്റെ. റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ടു ലിബർട്ടി എന്ന് പറയുന്നത്. ഈ 3 റൈറ്റ്സും ഒരു ഇൻഡിവിജ്വലിന്റെ അവിടെ നിർബന്ധമായിട്ടും പ്രൊട്ടക്ട് ചെയ്യണം. ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വലിന്റെ റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ടു ലിബർട്ടി, ഇത് 3ഉം പ്രൊട്ടക്ട് ചെയ്യണം. ജീവിക്കാനായിട്ടുള്ള അവകാശം ആൻഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനായിട്ടുള്ള, ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്, ആൻഡ് ഓൾസോ ഫ്രീഡം ആൻഡ് റൈറ്റ് ടു ഫ്രീഡം. ഇത് 3ഉം ഒരു ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. ഇത് 3ഉം ഇൻഏലിയനബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വലിലുള്ള 3 ഇൻഏലിയനബിൾ റൈറ്റ്സ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ലൈഫ് ആൻഡ് റൈറ്റ് ടു ലിബർട്ടി എന്ന് പറയുന്നത്. ഈ 3 റൈറ്റ്സും അവിടെ ഒരു ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ അവിടെ സോഷ്യൽ ജസ്റ്റിസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ജോൺ ലോക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ആയിരുന്നു. ഒരു ഇൻഡിവിജ്വലിന് 3 റൈറ്റ്സ് ഉണ്ട്. ഈ 3 റൈറ്റ്സും അവിടെ ഇൻഏലിയനബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. ആ 3 റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ, ഓരോ ഇൻഡിവിജ്വലിന്റെയും ഈ 3 റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ അവിടെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യ നീതി എന്ന് പറയുന്നത് ഉറപ്പാക്കാൻ പറ്റുള്ളൂ, എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞിരുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന ഈ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫും അതുപോലെ തന്നെ എക്കണോമിക് റൈറ്റ്സും, സ്റ്റേറ്റ് നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള റൈറ്റ്സും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ലൈഫും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി എന്നും കൊണ്ട് ജോൺ ലോക്ക് ഉദ്ദേശിച്ചിരുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്, അതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ജോൺ ലോക്ക് പറഞ്ഞിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹം സോഷ്യൽ കോൺട്രാക്ട് തിയറി, ആക്ച്വലി സോഷ്യൽ കോൺട്രാക്ട് തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത് കൊണ്ടുവന്നത്, ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത് കൊണ്ടുവന്നത് തോമസ് ഹോബ്സ് ആണ്. ആ തോമസ് ഹോബ്സ് മുമ്പോട്ട് വെച്ച സോഷ്യൽ കോൺട്രാക്ട് തിയറി ഡെവലപ്പ് ചെയ്ത്, ഫെർദർ അത് ഡെവലപ്പ് ചെയ്തെടുത്തത്
ഈ ഒരു ജോൺ ലോക്ക് ആയിരുന്നു. അപ്പൊ ജോൺ ലോക്ക് തോമസ് ഹോബ്സ് പ്രപ്പൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന സോഷ്യൽ കോൺട്രാക്ട് തിയറി ഫർദർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വ്യക്തിയായിരുന്നു ജോൺ ലോക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു സൊസൈറ്റിയിൽ താമസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒന്നിച്ച് ലീവ് ടുഗദർ ആണ്. ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഫോമിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് താമസിക്കുമ്പോൾ ഒരു സൊസൈറ്റി എന്ന നിലയിൽ ആ സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി, അതായത് ആ ഇൻഡിവിജ്വലിന്റെ ബെനിഫിറ്റിന് വേണ്ടി, ഹോൾ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി, ബെനിഫിറ്റിന് വേണ്ടിയും സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് റൈറ്റ്സ് അവിടെ, അത് നിർബന്ധമായിട്ടും നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, കുറച്ച് ഡ്യൂട്ടീസ് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് ബൗണ്ടഡ് ആണ് അല്ലെങ്കിൽ ബൈൻഡ് ആണ് കുറച്ച് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ഡ്യൂട്ടീസ്. ആ ഡ്യൂട്ടീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആസ് എ കോൺട്രാക്ട് പോലെയാണ്. നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ് എങ്കിൽ ആ രണ്ട് പാർട്ടീസിലും ബൈൻഡിങ് ആയിട്ടുള്ള, ആരൊക്കെയാണ് കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ്, എന്ത് ബേസ് ചെയ്തിട്ടാണോ കോൺട്രാക്ട്, സോ അവർക്ക് ആ ഒരു കാര്യം ഫോളോ ചെയ്യാൻ അവർ ബൗണ്ടഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ഡ്യൂട്ടീസ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടീസിന്. അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുമ്പോൾ, ഈ തിയറി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, സൊസൈറ്റിയിൽ ഓരോ ഇൻഡിവിജ്വലും സൊസൈറ്റിയുടെ ബെനിഫിറ്റിനും അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ വെൽഫെയറിനും, സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ഇൻഡിവിജ്വൽസ് ഉണ്ട്, അപ്പൊ ഇവരുടെ എല്ലാം മൊത്തത്തിൽ ബെനിഫിറ്റിനും വെൽഫെയറിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് പോലെ അവർക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത്. ആ സോഷ്യൽ കോൺട്രാക്ട് തിയറി ഓൾറെഡി കൊണ്ടുവന്ന തോമസ് ഹോബ്സ് ആണ്. നമ്മൾ അടുത്തത് നോക്കും. അപ്പൊ ആ തോമസ് ഹോബ്സ് പ്രപ്പൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന ഈ ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറി ഫർദർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ജോൺ ലോക്ക് ആണ്. അപ്പൊ ജോൺ ലോക്ക് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്, ഓരോ ഇൻഡിവിജ്വലും അവിടെ സോഷ്യൽ ആയിട്ടുള്ള ആ ഒരു വെൽഫെയർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് അവർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതാണ് അവരുടെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് അവർ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള വെൽഫെയർ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു കോൺട്രാക്ട് പോലെ തന്നെ നിർബന്ധമായിട്ടും അവരത് ഒബേ ചെയ്യേണ്ടതാണ്, ഒരു കോൺട്രാക്ട് പോലെ തന്നെ എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞത്. അപ്പൊ ജോൺ ലോക്കും ഈ പറയുന്ന നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കാണ് ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. ബുക്കുകളുടെയൊക്കെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ തോമസ് അക്വിനാസിന്റെ സുമ തിയോളജിക്ക് പറഞ്ഞ പോലെ തന്നെ ജോൺ ലോക്കിന്റെ ഒരു ഫേമസ് ബുക്കാണ് ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. അപ്പൊ ബുക്സ് ഒക്കെ തന്നിട്ട് മേ ബി ആരുടെയാന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ആരുടെ ഓരോരുത്തരുടെയും ഫേമസ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ. ഫേമസ് ബുക്കായിരുന്നു ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജോൺ ലോക്ക് ആയിരുന്നു അടുത്തൊരു സപ്പോർട്ടർ എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ലോ സ്കൂളിന്. നെക്സ്റ്റ് വൺ തോമസ് ഹോബ്സ് ആണ്. തോമസ് ഹോബ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സോഷ്യൽ കോൺട്രാക്ട് തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത് കൊണ്ടുവന്നത് തോമസ് ഹോബ്സ് ആണെന്ന്. അപ്പൊ എന്താണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി? സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരു കോൺട്രാക്ട് പോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസും കുറച്ച് മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് മോറൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽസിന്റെ മുഴുവനായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ തോമസ് ഹോബ്സ് പറഞ്ഞിരുന്നത് ലോസ് ഓഫ് നേച്ചർ ആർ ഡിവൈൻ ലോസ്. തോമസ് ഹോബ്സും നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ ഫിലോസഫിക്കൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എത്തിക്കൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു തോമസ് ഹോബ്സ് എന്ന് പറയുന്നത്. അപ്പൊ തോമസ് ഹോബ്സ് പറഞ്ഞിരുന്നത് ലോസ് ഓഫ് നേച്ചർ ആർ ഡിവൈൻ ലോസ്. അതായത് നമ്മുടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലോസ് എല്ലാം ഡിവൈൻ ലോസ് ആണ്. അത് അൾട്ടിമേറ്റ്ലി ഫ്ലോസ് ഫ്രം ഡിവൈൻ ലോസ് ആയിട്ടാണ്. അതായത് അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ളതാണ് എന്നാണ് തോമസ് ഹോബ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്, അതായത് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഡിവൈൻ ആയിട്ടുള്ള ഒറിജിൻ ആണ്. അതായത് ഗോഡ് പറഞ്ഞതാണ് നമ്മുടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഡിവൈൻ ആയിട്ടുള്ള ലോസ് ആയിരിക്കും. അതായത് ഒരു ഗോഡിൽ നിന്നും വരുന്ന, അൾട്ടിമേറ്റ്ലി ഗോഡിൽ നിന്നും വരുന്ന ഡിവൈൻ ആയിട്ടുള്ള ലോസിനെയാണ് നമ്മൾ ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ലിവിത്തൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വയ്ക്കുക, തോമസ് ഹോബ്സിന്റെ ആണ് ആ ഒരു കോൺസെപ്റ്റ് ലിവിത്തൻ കോൺസെപ്റ്റ്, LEVIATHAN. ലിവിത്തൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഈ ഒരു തോമസ് ഹോബ്സ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത് ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന, നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലോസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഫ്രം ഡിവൈൻ ഒറിജിനിൽ നിന്നാണ്. അത് ഡിവൈൻ ആയിട്ടുള്ള ലോസ് ആണ്. പിന്നെ ഇദ്ദേഹമായിരുന്നു സോഷ്യൽ കോൺട്രാക്ട് തിയറി പ്രിപ്പൗണ്ട് ചെയ്ത വ്യക്തി. സോഷ്യൽ കോൺട്രാക്ട് തിയറി പ്രിപ്പൗണ്ട് ചെയ്ത വ്യക്തിയായിരുന്നു ഈ തോമസ് ഹോബ്സ്. അപ്പൊ ആ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഓൾ ആർ ബൗണ്ട് ബൈ ദം. എന്ത് ഈ ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ എല്ലാവരും ബൗണ്ടഡ് ആണ് എന്നാ പറയുന്നത്. അപ്പൊ ഓൾ ആർ ബൗണ്ട് ബൈ ദം, അത് തന്നെയല്ലേ നമ്മൾ സോഷ്യൽ കോൺട്രാക്ട് തിയറിയിലും പറയുന്നത്. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽസും ഓൾ ആർ ബൗണ്ട് ആണ്. കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് മോറൽ ആയിട്ടുള്ള
ഡ്യൂട്ടീസ് ഒബ്ലിഗേഷൻസ് ഫോളോ ചെയ്യാൻ ഫോർ ദ സൊസൈറ്റിയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ മുഴുവനായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺട്രാക്ട് പോലെ ആസ് എ കോൺട്രാക്ട് പോലെ എല്ലാ ഇൻഡിവിജ്വൽസും ബൗണ്ടഡ് ആണ് കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മോറൽ ഒബ്ലിഗേഷൻസ് ഫോളോ ചെയ്യാൻ. അപ്പൊ അതിനെയാണ് നമ്മൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത്. ആ സോഷ്യൽ കോൺട്രാക്ട് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത് തോമസ് ഹോബ്സ് ആണ്. അദ്ദേഹം പറഞ്ഞത് എല്ലാ ഹ്യൂമൻ ബീയിങ്സും ആ ഒരു കോൺട്രാക്ട് തിയറി അല്ലെങ്കിൽ ആ സോഷ്യൽ കോൺട്രാക്ട് തിയറി ഫോളോ ചെയ്യാനായിട്ട് ഓൾ ആർ ബൗണ്ട് ആണെന്ന്. അപ്പൊ ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഡിവൈൻ ആയിട്ടുള്ള ഒറിജിനിൽ നിന്നും അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഫ്ലോ ഫ്രം ഡിവൈൻ ഒറിജിനിൽ നിന്നും വരുന്നതാണ്, അല്ലെങ്കിൽ ഡിവൈൻ ലോസ് എന്നാണ് നമ്മൾ ലോസ് ഓഫ് നേച്ചറിനെ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ലോസ് ഓഫ് നേച്ചർ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യണം. മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ് ഒരു കോൺട്രാക്ട് പോലെ തന്നെ. അപ്പൊ അത് നമ്മൾ എന്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത്? ദാറ്റ് ഡയറക്ട്സ് വേ ടു ഗുഡ്, ഒരു നന്മയിലേക്ക് അല്ലെങ്കിൽ നല്ലതിലേക്കാണ് നമ്മളെ അത് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നാണ് തോമസ് ഹോബ്സും പറഞ്ഞത്. അപ്പൊ തോമസ് ഹോബ്സും ഇവിടെ സപ്പോർട്ട് ചെയ്തത് നാച്ചുറൽ ലോ സ്കൂളിനെ തന്നെയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ള ഒറിജിനിൽ നിന്നും ഗോഡിൽ നിന്നും വരുന്നതാണ്. അങ്ങനെയുള്ള ലോസ് നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും ഒരു കോൺട്രാക്ട് പോലെ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യുന്നത് വഴിയായിട്ട് നമ്മളെ അതൊരു നന്മയിലേക്കാണ് നയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വേ ടു ഗുഡ് ആണ്. ആ ഒരു ലോസ് ഓഫ് നേച്ചർ, ഡിവൈൻ ലോസ് എന്ന് പറയുന്ന ലോസ് ഓഫ് നേച്ചർ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു വേ ടു ഗുഡിലേക്കാണ്. അപ്പൊ ഹി ഓൾസോ സപ്പോർട്ട് ചെയ്തത് ഈ പറയുന്ന നാച്ചുറൽ ലോ സ്കൂളിനെ തന്നെയായിരുന്നു, തോമസ് ഹോബ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹ്യൂഗോ ഗ്രേഷ്യസ് ആണ്. ഹ്യൂഗോ ഗ്രേഷ്യസ് ആണ് അടുത്ത നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്കൂൾ അല്ലെങ്കിൽ എത്തിക്കൽ സ്കൂൾ, ഫിലോസഫിക്കൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത നെക്സ്റ്റ് സപ്പോർട്ടർ എന്ന് പറയുന്നത് ഹ്യൂഗോ ഗ്രേഷ്യസ് ആയിരുന്നു. അപ്പൊ ഹ്യൂഗോ ഗ്രേഷ്യസിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ഫാദർ ഓഫ് ഫിലോസഫിക്കൽ സ്കൂൾ എന്ന, ഫിലോസഫിക്കൽ സ്കൂളിന്റെ ഫാദർ എന്നാണ് ഹ്യൂഗോ ഗ്രേഷ്യസിനെ അറിയപ്പെട്ടത്. ഓർത്ത് വയ്ക്കുക, ഹ്യൂഗോ ഗ്രേഷ്യസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഫിലോസഫിക്കൽ സ്കൂൾ. ഈ ഫിലോസഫിക്കൽ സ്കൂളിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ എന്നറിയപ്പെട്ടത് ഹ്യൂഗോ ഗ്രേഷ്യസിനെയാണ്. ഇനി ഇദ്ദേഹത്തിന് ഒരു ഫേമസ് ബുക്കാണ് ഡി ജൂറെ ബെലി അപ്പാസിസ്. അപ്പോൾ ഡി ജൂറെ ബെലി അപ്പാസിസ് എന്ന് പറയുന്ന 1625 ഒരു ബുക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ. ആ ഫേമസ് ബുക്സ് ഞാൻ ഓരോരുത്തരുടെ പറയുന്നത് ജസ്റ്റ് നോട്ട് ചെയ്തു പോവുക. ഡി ജൂറെ ബെലി അപ്പാസിസ് എന്ന് പറയുന്നത് 1625 ഹ്യൂഗോ ഗ്രേഷ്യസിന്റെ ഫേമസ് ബുക്കാണ്. വിച്ച് മീൻസ് ലോ ഓഫ് വാർ ആൻഡ് പീസ് എന്നാണ് ആ ബുക്കിന്റെ മീനിങ്. ദ ലോ ഓഫ് വാർ ആൻഡ് പീസ്, സമാധാനത്തിന്റെയും അതുപോലെ തന്നെ യുദ്ധത്തിന്റെയും സംബന്ധിച്ചിട്ടുള്ള നിയമം, അങ്ങനെ ദ ലോ ഓഫ് വാർ ആൻഡ് പീസ് എന്നാണ് ആ ബുക്കിന്റെ ആ ഒരു ട്രാൻസ്ലേഷൻ മീനിങ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഫിലോസഫിക്കൽ സ്കൂളിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഇനി ഈ ഹ്യൂഗോ ഗ്രേഷ്യസ് പറഞ്ഞിരുന്നത് മോറൽ ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്, മോറൽ വാല്യൂസും ഈ എത്തിക്കൽ വാല്യൂസ് എന്നൊക്കെ പറയുന്നത് സൊസൈറ്റിയിലെ എല്ലാ സോഷ്യൽ ക്രിയേച്ചേഴ്സിനെയും ഒരുപോലെ കണക്ട് ചെയ്യാൻ ബന്ധിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ ക്രിയേച്ചേഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂഗോ ഗ്രേഷ്യസ് എന്ന് പറയുന്നതും നാച്ചുറൽ ലോവിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് ഫിലോസഫിക്കൽ സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഒരു മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ എല്ലാ സോഷ്യൽ ക്രിയേച്ചേഴ്സിനെയും ഒരുപോലെ ഇറസ്പെക്റ്റീവ് ഓഫ് അവിടെ ഒരു സ്റ്റാറ്റസും ഇല്ലാതെ എല്ലാ സോഷ്യൽ ക്രിയേച്ചേഴ്സിനെയും ഒരുപോലെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം നാച്ചുറൽ ലോയിനെ ഡിഫൈൻ ചെയ്തിരുന്നത് എ ഡിക്റ്റേറ്റ് ഓഫ് റൈറ്റ് റീസൺ, റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്, വിച്ച് പോയിന്റ് ഔട്ട് ദാറ്റ് ആൻ ആക്ട് അക്കോർഡിംഗ് ആസ് ഇറ്റ് ഈസ് ഓർ ഈസ് നോട്ട് ഇൻ കൺഫോമിറ്റി വിത്ത് റാഷണൽ നേച്ചർ ഹാസ് ഇൻ ഇറ്റ് എ ക്വാളിറ്റി ഓഫ് മോറൽ ബേസ്ഡ്നെസ് ഓർ മോറൽ നെസസിറ്റി. അതായത് ഒരു ഹൈ റീസൺ, റൈറ്റ് ആയിട്ടുള്ള ഒരു റീസൺ, റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിനെയാണ്, അതിനെയാണ് നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ലോ എന്ന് പറയുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു മോറൽ പ്രിൻസിപ്പിൾ, അതാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. അത് അതിന്റെ ആ ഒരു മോറൽ ബേസ്ഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു മോറൽ നെസസിറ്റിയുടെ ക്വാളിറ്റിയാണ് അതിലൂടെ കൺഫേം ചെയ്ത് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ലോയെ അദ്ദേഹം ഇങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ ഒന്ന് നോക്കി പോവുക. ഹ്യൂഗോ ഗ്രേഷ്യസിന്റെ കോൺട്രിബ്യൂഷൻ നാച്ചുറൽ ലോയിലേക്ക് അദ്ദേഹം പറഞ്ഞിരുന്നത് എല്ലാ സോഷ്യൽ ക്രിയേച്ചേഴ്സിനെയും ഈ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് ഒരുപോലെ ഈക്വലി കണക്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ മോറൽ അടുത്തത് ഹ്യൂഗോ ഗ്രേഷ്യസ് ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസും നോക്കി വെക്കുക, കോൺട്രിബ്യൂഷനും. നെക്സ്റ്റ് വൺ വരുന്നത് ഇമ്മാനുവൽ കാന്റ് ആണ്. ഇമ്മാനുവൽ കാന്റ്. അപ്പൊ ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോയിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് ദർ വാസ് എ സുപ്രീം പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. മൊറാലിറ്റിയുടെ ഒരു സുപ്രീം പ്രിൻസിപ്പിൾ, ഒരു ഹയസ്റ്റ് പ്രിൻസിപ്പിൾ, അതിലായിരുന്നു ഇമ്മാനുവൽ കാന്റ് ബിലീവ് ചെയ്തിരുന്നത്. അപ്പൊ കാന്റ് ബിലീവ് ചെയ്തിരുന്നത് ദർ വാസ് എ സുപ്രീം പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. മൊറാലിറ്റി മീൻസ് നമുക്കറിയാം എത്തിക്സ്, ധാർമ്മികത, അതിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സുപ്രീം പ്രിൻസിപ്പിൾ, അതിനെയാണ് ഇമ്മാനുവൽ കാന്റ് ബിലീവ് ചെയ്തിരുന്നത്. അപ്പൊ അതിനെ അദ്ദേഹം റിഫർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ കാറ്റഗറിക്കലി അത് റിഫർ ചെയ്തിരുന്നത്, ആ ഒരു ടേം അറിയപ്പെട്ടിരുന്നത് കാറ്റഗറിക്കൽ ഇമ്പെരറ്റീവ് എന്നായിരുന്നു. കാറ്റഗറിക്കൽ ഇമ്പെരറ്റീവ്
അതായത് മൊറാലിറ്റിയുടെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു ഹയസ്റ്റ് പ്രിൻസിപ്പിൾ, അതിലായിരുന്നു ഇമ്മാനുവൽ കാന്റ് ബിലീവ് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹവും നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതാണ്, ഒരു എത്തിക്സിനെ അല്ലെങ്കിൽ എത്തിക്കൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്ന വ്യക്തി തന്നെയാണ് ഇമ്മാനുവൽ കാന്റും. ഇമ്മാനുവൽ കാന്റ് പറഞ്ഞിരുന്നത് ഒരു മൊറാലിറ്റിയുടെ ഒരു സുപ്രീം പ്രിൻസിപ്പിൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇമ്മാനുവൽ കാന്റ് ബിലീവ് ചെയ്തിരുന്നത്. ധാർമ്മികതയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സുപ്രീം പ്രിൻസിപ്പിൾ അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ അദ്ദേഹം അതിനെ അറിയപ്പെട്ടിരുന്ന അങ്ങനെ ഒരു സുപ്രീം ആയിട്ടുള്ള മൊറാലിറ്റിയുടെ ഹയസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സുപ്രീം പ്രിൻസിപ്പിളിനെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, റിഫർ ചെയ്തിരുന്നത് കാറ്റഗറിക്കൽ ഇമ്പെരറ്റീവ് എന്നാണ്. കാറ്റഗറിക്കൽ ഇമ്പെരറ്റീവ്, ആ ടേം ഒന്ന് ഓർത്തിരിക്കുക, കാറ്റഗറിക്കൽ ഇമ്പെരറ്റീവ്. അദ്ദേഹത്തിന് ഒരു ഫേമസ് ബുക്കായിരുന്നു ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ. ദ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ. റീസൺ മീൻസ് ഹയസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ, ആ പ്യുവർ ആയിട്ടുള്ള പ്രിൻസിപ്പിളിന്റെ ക്രിട്ടിക്, അതിനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേമസ് ബുക്കിന്റെ പേരായിരുന്നു അത്, ദ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ എന്ന് പറയുന്നത്. ഓരോ ഓതേഴ്സിന്റെയും ബുക്സ് നമ്മൾ ഇമ്പോർട്ടന്റ് പറയുന്നുണ്ട്, ജസ്റ്റ് ആ പേരൊന്ന് നോട്ടീസ് ചെയ്ത് പോകാം. അപ്പൊ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത്, ഇമ്മാനുവൽ കാന്റ് പറഞ്ഞിരുന്നത്, ദ അതോറിറ്റി ഓഫ് ലോ ക്യാൻ ഓൺലി അറൈസ് ഫ്രം അവർ കാറ്റഗറിക്കൽ മോറൽ ഡ്യൂട്ടി. അതായത് ഓരോ വ്യക്തികൾക്കും അവിടെ ഒരു സുപ്രീം ആയിട്ടുള്ള മൊറാലിറ്റിയുടെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ധാർമ്മികത, അതിന്റെ ഒരു സുപ്രീം പ്രിൻസിപ്പിൾ ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഒരു കാറ്റഗറിക്കലി മോറൽ ആയിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. ആ കാറ്റഗറിക്കലി മോറൽ ആയിട്ടുള്ള ഡ്യൂട്ടി ഓരോ പേഴ്സൺസിനെയും അതർ പേഴ്സൺസിനെ റെസ്പെക്ട് ചെയ്ത്, ഇപ്പോൾ ഒരു വ്യക്തിക്ക്, എനിക്കാണെങ്കിൽ മറ്റൊരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്ത് കുറച്ച് ഡ്യൂട്ടീസ് എനിക്ക് അവരോട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറ്റഗറിക്കൽ മോറൽ ഡ്യൂട്ടിയെ റെസ്പെക്ട് ചെയ്ത്, മറ്റു പേഴ്സൺസിനെ റെസ്പെക്ട് ചെയ്ത് നമുക്കുള്ള കാറ്റഗറിക്കൽ മോറൽ ഡ്യൂട്ടി, അതിൽ നിന്നാണ് ഒരു അതോറിറ്റി ഓഫ് ലോ, ലോയുടെ അതോറിറ്റി അവിടെ അറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പേഴ്സൺസിനും ലോയുടെ അണ്ടറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോറൽ ഡ്യൂട്ടീസ് കൊടുക്കുന്നുണ്ട്, മറ്റു പേഴ്സൺസിനെ റെസ്പെക്ട് ചെയ്ത്. അതിൽ നിന്നാണ് ആ ഒരു ലോയുടെ അതോറിറ്റി അവിടെ അറൈസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത്, ലെജിസ്ലേഷൻ കുഡ് ബി മെയ്ഡ് എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് റെപ്രസെന്റ് ദ യുണൈറ്റഡ് വിൽ ഓഫ് ദി പീപ്പിൾ. എല്ലാ ആളുകളുടെയും ഒരുപോലെയുള്ള ആ ഒരു വില്ല്, താല്പര്യം, അതിനെ യുണൈറ്റ് ചെയ്യുമ്പോൾ, അവിടെ ഒരുമിപ്പിക്കുമ്പോൾ മാത്രമാണ് ഒരു ലെജിസ്ലേഷൻ അവിടെ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ലെജിസ്ലേഷൻ, നിയമം എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് എല്ലാ ജനങ്ങളുടെയും അല്ലെങ്കിൽ പീപ്പിളിന്റെ വില്ല് ഒരുപോലെ യുണൈറ്റ് ചെയ്യാൻ, ഒരുമിപ്പിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ലെജിസ്ലേഷൻ എഫക്റ്റീവ് ആയിട്ട് വരിക എന്ന് ഇമ്മാനുവൽ കാന്റ് വിശ്വസിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊണ്ടിരുന്ന ഒരു തിയറി ആയിരുന്നു ഇൻഡിവിജ്വൽ വിൽ ആൻഡ് ജനറൽ വിൽ തിയറി. ഇൻഡിവിജ്വൽ വിൽ ആൻഡ് ജനറൽ വിൽ തിയറി ഇമ്മാനുവൽ കാന്റിന്റെ തിയറിയാണ് ഇൻഡിവിജ്വൽ വിൽ ആൻഡ് ജനറൽ വിൽ തിയറി. ഇപ്പം ഇദ്ദേഹം പറഞ്ഞിരുന്നത്, ഓരോ വ്യക്തികൾക്കും ഓരോ സൊസൈറ്റിയിൽ ഓരോ വ്യക്തികൾക്കും ഓരോ താല്പര്യം ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഓരോ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ജനറൽ ആയിട്ടുള്ള സൊസൈറ്റിയുടെ മുഴുവനായിട്ടുള്ള ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും ജനറൽ ഇൻട്രസ്റ്റും ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു സിറ്റുവേഷനെ പറ്റിയായിരുന്നു ഇമ്മാനുവൽ കാന്റ് പറഞ്ഞിരുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വ്യക്തികളുടെ ഇൻട്രസ്റ്റും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ജനറൽ ആയിട്ടുള്ള വില്ലും ഉണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ വില്ലും ജനറൽ വില്ലും നോക്കുമ്പോൾ ലോ എന്ന് പറയുന്നത് ശരിക്കും ഓരോ വ്യക്തികളുടെ താല്പര്യത്തെയും അതോടൊപ്പം തന്നെ മുഴുവനായിട്ടുള്ള സമൂഹത്തിന്റെ താല്പര്യത്തെയും ഹാർമണൈസ് ചെയ്ത് ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നിയമം എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയിൽ ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഓരോ മുഴുവനായിട്ടുള്ള സൊസൈറ്റിക്ക് മൊത്തത്തിൽ ജനറൽ ആയിട്ടുള്ള ഒരു പൊതു താല്പര്യവും കാണും, ഓരോ വ്യക്തിപരമായ താല്പര്യവും കാണും. നമുക്കറിയാം, ഓരോ വ്യക്തിപരമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും കാണും, അതോടൊപ്പം തന്നെ മൊത്തത്തിൽ പൊതുവായിട്ടുള്ള ഒരു താല്പര്യവും വില്ലും കാണും, ജനറൽ ആയിട്ടുള്ള വില്ലും കാണും. ഇത് തമ്മിൽ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നത് അവിടെ നിയമം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ലോ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അതാണ് ഹാർമണൈസ് ചെയ്യുന്നത് ഇൻഡിവിജ്വലിന്റെ വില്ലും ജനറൽ ആയിട്ടുള്ള വില്ലും. അപ്പൊ ഇൻഡിവിജ്വൽ വിൽ ആൻഡ് ജനറൽ വിൽ തിയറി കൊണ്ടുവന്നത് ഇമ്മാനുവൽ കാന്റ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഒരു വ്യക്തിക്ക് റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്, നമുക്ക് എന്താണോ താല്പര്യം, എന്താണോ വേണ്ടതെന്നുള്ള ആ ഒരു റൈറ്റ് ടു ഫ്രീഡം നമുക്ക് ഓരോ വ്യക്തികൾക്കും ഉണ്ട്, ലിബർട്ടി ഉണ്ട്. ആ ഒരാളുടെ റൈറ്റ് ടു ഫ്രീഡം ഒരിക്കലും മറ്റൊരാളുടെ റൈറ്റ് ടു ഫ്രീഡത്തെ വയലേറ്റ് ചെയ്യുന്നതാവരുത്. അപ്പൊ അത് കോഎക്സിസ്റ്റ് ചെയ്ത് പോകണം എന്നാണ് പറഞ്ഞത്. മറ്റു വ്യക്തികളുടെ റൈറ്റ് ടു ഫ്രീഡവുമായിട്ട് അല്ലെങ്കിൽ അതർ ഇൻഡിവിജ്വൽസിന്റെ ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡവുമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്ത് ഒരുപോലെ ഹാർമോണിയസ്ലി കോഎക്സിസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കണം ഒരാളുടെ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് മറ്റാളുകൾക്കും ഇതേവിടെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്, അതുമായിട്ട് ഒന്നിച്ച് ഹാർമണൈസ് ചെയ്ത് കോഎക്സിസ്റ്റ് ചെയ്ത് ഒന്നിച്ച് പോകാൻ പറ്റുന്നതായിരിക്കണം ഒരാളുടെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. അതല്ലാതെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പൊ ലോ ആണ് ശരിക്കും ഈ ഒരു ഇൻഡിവിജ്വലിന്റെ വില്ലിനെയും ജനറൽ ആയിട്ടുള്ള പൊതു ജനറൽ വില്ലിനെയും തമ്മിൽ ഹാർമണൈസ് ചെയ്ത് ഇങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്ത് ഒരു കോൺഫ്ലിക്റ്റ് വരാതെ കോഎക്സിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇൻസ്ട്രുമെന്റ് ലോ ആണ് എന്ന് തന്നെയാണ് നമ്മുടെ ഇമ്മാനുവൽ കാന്റും പറഞ്ഞിരുന്നത്. അപ്പൊ ഇമ്മാനുവൽ കാന്റും വിശ്വസിച്ചിരുന്നത് എത്തിക്കൽ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ്, അതിന്റെ ഒരു സുപ്രീം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഒരു മോറൽ വാല്യൂസിന്റെ സുപ്രീമസിയെ തന്നെയായിരുന്നു ഇമ്മാനുവൽ കാന്റും ബിലീവ് ചെയ്തിരുന്നത്. മൊറാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ മോറൽ എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്ന ആ ഒരു സുപ്രീമസി, അതിനാണ്
ഇമ്മാനുവൽ കാന്റും ബിലീവ് ചെയ്തിരുന്നത്, അദ്ദേഹം അതിനെ റിഫർ ചെയ്തിരുന്നത് കാറ്റഗറിക്കൽ ഇമ്പെരറ്റീവ് എന്നാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡിവിജ്വൽസിന്റെ വില്ലും ജനറൽ വില്ലും തിയറി അദ്ദേഹം കൊണ്ടുവന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഇൻഡിവിജ്വൽ വില്ലും ജനറൽ വില്ലും അവിടെ കോഎക്സിസ്റ്റ് ചെയ്ത് ഒരുപോലെ പോകണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും എന്ത് ചെയ്യണം, അവരുടെ ഫ്രീഡം മറ്റുള്ളവരുടെ ഫ്രീഡവുമായിട്ട് അവിടെ ഹാർമോണിയസ്ലി കോഎക്സിസ്റ്റ് ചെയ്ത് പോകണം. അതല്ലാതെ ഒരാളുടെ ഫ്രീഡം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഫ്രീഡത്തെ വയലേറ്റ് ചെയ്യുന്നതാവരുത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡ്യൂട്ടീസും കൂടി നമ്മൾ ഫോളോ ചെയ്യണം. ആ ഡ്യൂട്ടീസിനെയാണ് നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞത്. അതാണ് നമ്മുടെ കുറച്ച് മോറൽ ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള വാല്യൂസ്. അതെല്ലാവരിലും ബൈൻഡിങ് ആണ്. അതാണ് ആ ഒരു സുപ്രീം പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരും പറയുന്നത് ഇത് തന്നെയാണ്. ഗോഡ് പറഞ്ഞിട്ടുള്ള കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ലോസ് അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ലോസ് അതെല്ലാവരും സൊസൈറ്റിയിൽ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ ജനറൽ വില്ലും ഇൻഡിവിജ്വൽ വില്ലും തമ്മിൽ ഹാർമോണിയസ്ലി കോഎക്സിസ്റ്റ് ചെയ്ത് പോകുള്ളൂ. അപ്പൊ അതാണ് ആ ഒരു ലോ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വഴിയാണ് ജനറൽ വില്ലും ഇൻഡിവിജ്വൽ വില്ലും ഹാർമോണൈസ് ചെയ്ത് കോഎക്സിസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇമ്മാനുവൽ കാന്റ് ആയിരുന്നു അടുത്തത് സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഒരു നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ എത്തിക്കൽ സ്കൂൾ, ഫിലോസഫിക്കൽ സ്കൂൾ എന്ന് പറയുന്ന ഫസ്റ്റ് നമ്മുടെ ഈ സ്കൂളിന്. ഇനി അടുത്തത് ഹെഗലാണ്. അടുത്തത് സപ്പോർട്ട് ചെയ്ത് ഹെഗലായിരുന്നു സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ ഹെഗൽ എന്ന് പറയുന്നത് നമ്മുടെ ഫിലോസഫിക്കൽ സ്കൂളിന്റെ ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള തിങ്കർ ആയിരുന്നു ഹെഗൽ എന്ന് പറയുന്നു. ഹെഗലും നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്തിരുന്ന, ഫിലോസഫിക്കൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ തിങ്കർ തന്നെയായിരുന്നു ഹെഗൽ എന്ന് പറയുന്നത്. അപ്പൊ ഹെഗലിനെ നമ്മൾ ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ തിങ്കർ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഫിലോസഫിക്കൽ സ്കൂളിന്റെ. അദ്ദേഹം ഒരു ഡയലറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഡയലറ്റിക്കൽ പ്രോസസ് ആണ് കൊണ്ടുവന്നത്. ഡയലറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഡയലറ്റിക്കൽ പ്രോസസ്. അപ്പൊ ഹെഗൽ എന്ന് പറയുന്നതും വളരെ പെർസ്യൂസീവ് ആയിട്ടുള്ള ഒരു സ്കോളർ ആയിരുന്നു ഈ ഫിലോസഫിക്കൽ സ്കൂളിന്റെ. അദ്ദേഹം കൊണ്ടുവന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ് ആണ് ഡയലറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഡയലറ്റിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റും ലോയും രണ്ടും എവല്യൂഷണറി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ആയിരുന്നു. സ്റ്റേറ്റ് എന്ന് പറയുന്നതും ലോ എന്ന് പറയുന്നതും ഈ രണ്ട് കോൺസെപ്റ്റും ബോത്ത് ആർ എവല്യൂഷണറി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ആയിരുന്നു. ആസ് പെർ ഹിം, ഹെഗലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ആൻഡ് ലോ എന്ന് പറയുന്ന ബോത്ത് ദീസ് കോൺസെപ്റ്റ് ആ ഡെവലപ്പ് ചെയ്തു വരുന്ന അല്ലെങ്കിൽ എവല്യൂഷണറി ആയിട്ട് സംഭവിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബുക്കായിരുന്നു ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഹെഗലിന്റെ ഫേമസ് ബുക്കാണ്. ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്നുള്ളത് ഹെഗലിന്റെ ബുക്കാണ്. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് ഒരു സിസ്റ്റം ഓഫ് ലോ എന്ന് പറയുന്ന ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ആ ഒരു റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ഐഡിയൽ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ഓഫ് ലോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഫ്രീഡം എന്ന് പറയുന്ന ഐഡിയൽ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ഓഫ് ലോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഹെഗൽ ബിലീവ് ചെയ്തിരുന്നാൽ. അദ്ദേഹം അങ്ങനെയായിരുന്നു ഒരു കോൺസെപ്റ്റിൽ ബിലീവ് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്ട്രാഓർഡിനറി കമ്മിറ്റ്മെന്റ്, ഹെഗലിന്റെ ആ ഒരു എക്സ്ട്രാഓർഡിനറി കമ്മിറ്റ്മെന്റ് ഫിലോസഫിക്കൽ സ്കൂളിലേക്കുള്ളതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുക, അതായത് ആ ഒരു പോസിബിലിറ്റി ഓഫ് അഡ്വാൻസ്മെന്റ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഹെഗലിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ലൈഫിലെ ആ ഒരു ഡിഫറെന്റ് അപ്പിയറൻസസ്, നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള സൊസൈറ്റിയിലെ ആ ഒരു ലൈഫിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ഇൻക്ലൂഡിങ് അതിലുള്ള ഡെവലപ്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡെവലപ്മെന്റൽ കാര്യങ്ങളൊക്കെ അതിന്റെ ആ ഒരു സൊസൈറ്റിയുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് എന്നുള്ളതാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. ആ ഒരു പ്രൊസീജിയറിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഉൾപ്പെടും എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് അയാൾ ഒരു ഡയലറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇത്ര ഓർക്കേണ്ടേ ഉള്ളൂ, ഹെഗൽ എന്ന് പറയുന്നതും ഫിലോസഫിക്കൽ സ്കൂളിന്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ തിങ്കർ ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കിന്റെ പേര് ഓർക്കുക. ദെൻ അദ്ദേഹത്തെ സംബന്ധിച്ചോളം സ്റ്റേറ്റ് എന്ന് പറയുന്നതും ലോ എന്ന് പറയുന്നതും രണ്ട് കോൺസെപ്റ്റും എവല്യൂഷണറി ആണ്, അതല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഒരു ഹ്യൂമൻ സോൾ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഹെഗലിനെ സംബന്ധിച്ചിടത്തോളം ഹെഗൽ പറഞ്ഞിരുന്ന ഒരു ഹ്യൂമൻ സോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പ്രപ്പോസിഷനിലാണ്. അതായത് ഏത് രീതിയിൽ വിച്ച് എൻഡ്സ് അപ്പ് പ്രസന്റ് ആസ് ദ മെയിൻ തോട്ട് ഓഫ് സ്പെസിഫിക് റെക്കോർഡഡ് ഏജ്. അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു എവല്യൂഷണറി പ്രോസസ്സ് പോലെയാണ് ഈ ലോ എന്ന് പറയുന്നതും സ്റ്റേറ്റ് എന്ന് പറയുന്നതും രണ്ടും ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സ് പോലെ തന്നെയാണ്. അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള റിയലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയൽ ഓഫ് ദി ഫ്രീഡം റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ഇറ്റ്സ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷനിൽ ഒരു ഫ്രീഡം ഐഡിയൽ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ഓഫ് ലോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് ഹെഗൽ പറഞ്ഞിരുന്നത്. ആ ഒരു ഹെഗലിന്റെ കോൺട്രിബ്യൂഷനും ഒന്ന് ജസ്റ്റ് നോക്കുക. ഹെഗലിന്റെ ഒക്കെ ജസ്റ്റ് പേര് ഓർത്താലും മതി. സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഫിലോസഫിക്കൽ സ്കൂളിനെ എന്ന്. ആദ്യം പറഞ്ഞ കുറെ ആളുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നാച്ചുറൽ ലോ സ്കൂളിലേക്ക് നമ്മൾ നോക്കുന്നത്. പിന്നെ ആളുടെ ബുക്കൊക്കെ, ഹെഗലിന്റെ ബുക്കും കോൺട്രിബ്യൂഷനും ഒക്കെ ജസ്റ്റ് കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് അരിസ്റ്റോട്ടിലായിരുന്നു അടുത്തത് നാച്ചുറൽ ലോ സ്കൂളിന്റെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു സപ്പോർട്ടർ എന്നുള്ളത് അരിസ്റ്റോട്ടിലാണ്.
അപ്പൊ അരിസ്റ്റോട്ടിലെ നമ്മൾ കൺസിഡർ ടു ബി ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് നാച്ചുറൽ സ്കൂൾ. നാച്ചുറൽ സ്കൂളിന്റെ ഒരു ഫൗണ്ടിങ് ഫാദർ ആയിട്ട്, പിതാവായിട്ടാണ് ഈ ഒരു അരിസ്റ്റോട്ടിലെ കൺസിഡർ ചെയ്തിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹോൾ വേൾഡ് എന്ന് പറയുന്നത്, നമ്മുടെ മുഴുവനായിട്ടുള്ള ആ ഒരു വേൾഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, നേച്ചറിന്റെ പ്രോഡക്റ്റ് ആണ്. ബൈ നേച്ചർ സംഭവിച്ചതാണ്, പ്രോഡക്റ്റ് ഓഫ് നേച്ചർ ആണ് ഹോൾ വേൾഡ് എന്നുള്ള ഒരു ലോജിക് ആയിരുന്നു അരിസ്റ്റോട്ടിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിനെ നമ്മൾ ഒരു നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ നാച്ചുറൽ ലോയുടെ ആ ഒരു ഫൗണ്ടിങ് ഫാദർ, നാച്ചുറൽ ലോയുടെ കേട്ടോ, നാച്ചുറൽ ലോ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ ഒരു ഫൗണ്ടിങ് ഫാദർ ആയിട്ടാണ് അരിസ്റ്റോട്ടിലിനെ കണക്കാക്കുന്നത്. അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, നേച്ചർ എന്ന് പറയുന്നത് തന്നെ, നേച്ചറിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹോൾ വേൾഡ് എന്ന് പറയുന്നത്. ഹോൾ വേൾഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നേച്ചറിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഓഫ് നേച്ചർ എന്നുള്ള ഒരു ലോജിക് ആയിരുന്നു അരിസ്റ്റോട്ടിൽ ബിലീവ് ചെയ്തിരുന്നത്. അദ്ദേഹം ഡിവൈഡ് ചെയ്തു ദ ലൈഫ് ഓഫ് മാൻ ഇൻറ്റു 2 പാർട്സ്. അതായത് ഒരു മനുഷ്യരുടെ ലൈഫ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് 2 പാർട്സ് ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. ഒന്ന്, ഫസ്റ്റ് എന്ന് പറയുന്നത് ദ മാൻ ഈസ് ദ ക്രിയേച്ചർ വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ഗോഡ് ക്രിയേറ്റ്. അപ്പൊ അവരും ബിലീവ് ചെയ്തിരുന്ന ആ ഒരു ഡിവൈൻ ഒറിജിൻ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ റീസണെ സംബന്ധിച്ചാണ്. അപ്പൊ അരിസ്റ്റോട്ടിലൊക്കെ ബിലീവ് ചെയ്തത് നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്താണെന്ന് പറയുമ്പോൾ, നാച്ചുറൽ ലോ സ്കൂൾ എന്ന് പറയുന്നത് ഡിവൈൻ ഒറിജിനിൽ നിന്ന് വന്നിട്ടുള്ള നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലോ എന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിൽ തന്നെ ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ബൈ നേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റിൽ തന്നെയാണ് അരിസ്റ്റോട്ടിലും ബിലീവ് ചെയ്യുന്നത്. അപ്പൊ മാൻ എന്ന് പറയുന്ന, ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞിരുന്ന മാന്റെ ലൈഫ് എന്ന് പറയുന്ന 2 പാർട്സ് ആയിട്ടാണ്. ഫസ്റ്റ് എന്ന് പറയുന്ന മാൻ ക്രിയേച്ചർ ആണ്, ഇതിന്റെ വിച്ച് ഇസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോഡിന്റെ ക്രിയേച്ചർ ആണ് മാൻ എന്ന് പറയുന്നത്. സെക്കൻഡ് അദ്ദേഹം പറഞ്ഞിരുന്നത് he endowed with some active reason by which he is capable of forming his will. അതായത് ഓരോരുത്തർക്കും അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ മാനിന് അവരുടെ ആ ഒരു വില്ല് ഫോം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്കൊരു ആക്റ്റീവ് റീസൺ ഫോളോ ചെയ്യാൻ അവർ എൻഡൗഡ് ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള റീസൺ മീൻസ് കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനായിട്ട് അവർ എൻഡൗഡ് ആണ്. അതിനാണ് അവരെ കേപ്പബിൾ ആണ്. അവരുടെ ആ ഒരു വില്ല്, അവർക്കുള്ള താല്പര്യം എന്താണോ അത് ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെ അവർക്ക് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള റീസണിൽ അവർ എൻഡൗഡ് ആണ്. ഇങ്ങനെ 2 പാർട്സ് ആയിട്ടാണ് ലൈഫ് ഓഫ് ദി മാനെ ഡിവൈഡ് ചെയ്ത് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നത്. പിന്നെ അദ്ദേഹം ആ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു റീസൺ എന്ന് പറയുന്ന ഹയസ്റ്റ് ആയിട്ടുള്ള മോറൽ അല്ലെങ്കിൽ റീസൺ വഴിയായിട്ട് അദ്ദേഹം ഡിസ്കവർ ചെയ്തിരുന്ന ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലൊക്കെ പഠിച്ചിട്ടുണ്ട് നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന്. നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ നീതി ന്യായമൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ്. നമ്മൾ ഓഡി എൽട്രം പാർട്ടും അതുപോലെ തന്നെ ഹിയർ ദ ബോത്ത് സൈഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, നോട്ടീസ് കൊടുക്കണം, ഇങ്ങനെ അതൊക്കെ നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മളതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലാണ് ഫർദർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ അത് ഡിസ്കവർ ചെയ്തു ബൈ റീസൺ വഴിയായി. ഹയസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഒരു മോറൽ പ്രിൻസിപ്പിൾ വഴിയായി അദ്ദേഹം ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. that can be discovered by this reason. അപ്പം അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന ഇങ്ങനെയുള്ള നാച്ചുറൽ ലോ ഫോളോ ചെയ്യുന്ന വഴിയായി അല്ലെങ്കിൽ നാച്ചുറൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന വഴിയായിട്ട് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ നമുക്ക് അവിടെ ജസ്റ്റിസ്, നീതി ന്യായം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റും എന്നാണ് അരിസ്റ്റോട്ടിലും പറഞ്ഞിരുന്നത്. അപ്പം അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നതും ഈ ഒരു നാച്ചുറൽ ലോയുടെ ഒരു ഫൗണ്ടിങ് ഫാദർ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് അദ്ദേഹവും സപ്പോർട്ട് ചെയ്തത് ഫിലോസഫിക്കൽ സ്കൂളിനെ തന്നെയാണ്. ഇനി ലാസ്റ്റ് വൺ നമ്മൾ നോക്കുന്ന പ്ലേറ്റോ ആണ്. അപ്പം പ്ലേറ്റോ എന്ന് പറയുന്നതും നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ എത്തിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു പ്ലേറ്റോയും. അപ്പൊ പ്ലേറ്റോയുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഗോഡ് ഗേവ് ടു ഓൾ മെൻ ആൻഡ് ഈക്വൽ സെൻസ് ഓഫ് ജസ്റ്റിസ്. ഗോഡ് എല്ലാ ജനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ മെന്നിനും, ഓരോ വ്യക്തികൾക്കും ഒരു ഈക്വൽ സെൻസ് ഓഫ് ജസ്റ്റിസ്, ഒരു നീതി തന്നിട്ടുണ്ട്. and of ethical reverence so that they can be preserve themselves in the struggle of the life. അതായത് ഓരോ വ്യക്തികൾക്കും അവർക്ക് എന്താണോ ആ ഒരു ലൈഫിന്റെ സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ഓഫ് ലൈഫിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു നീതി, സെൻസ് ഓഫ് ജസ്റ്റിസ്, ഒരു നീതി ന്യായം, ആ ഒരു സെൻസ് ഈക്വൽ ആയിട്ടാണ് ഗോഡ് എല്ലാ മെന്നിനും തന്നിട്ടുള്ളത് എന്നൊരു ഒപ്പീനിയൻ ആയിരുന്നു പ്ലേറ്റോയ്ക്ക് പറഞ്ഞത്. അപ്പം പ്ലേറ്റോയും വിശ്വസിച്ചിരുന്ന എന്താ, അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് പ്ലേറ്റോയും ആ ഒരു ഡിവൈൻ ഒറിജിൻ, ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, ഡിവൈൻ റീസണിൽ തന്നെയാണ് പ്ലേറ്റോയും ഒപ്പീനിയൻ പറഞ്ഞിരുന്നത്. അപ്പൊ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ഹാർമണി ഓഫ് മാൻസ് ഇന്നർ ലൈഫാണ്. ഒരു വ്യക്തിയുടെ ആ ഒരു ഇന്നർ ലൈഫിന്റെ ഹാർമണി, ആ ഒരു ഹാർമണി സിറ്റുവേഷനെയാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ റീസൺ ആൻഡ് വിസ്ഡം ഓഫ് മാൻ. ഒരു വ്യക്തിയുടെ വിസ്ഡം വഴിയായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ റീസൺ, ആ ഒരു ഹയസ്റ്റ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് വഴിയായിട്ട് മാത്രമാണ് അവിടെ ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതൊരു ഇന്നർ ലൈഫിന്റെ, ഒരു മാൻ്റെ ഇന്നർ ലൈഫിന്റെ ഹാർമണിയാണ് ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു പെർട്ടിക്കുലർ റോള് കൊടുക്കുന്നത് അവന്റെ ആ ഒരു അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി, ഓരോ വ്യക്തികളുടെയും ആ ഒരു വിസ്ഡം എത്രയാണോ അല്ലെങ്കിൽ അവരുടെ റീസൺ അവർ അച്ചീവ് ചെയ്ത് എത്രയാണോ അതിന്റെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചാണ് ഓരോ ഇൻഡിവിജ്വലും ആ ഒരു ഐഡിയൽ സ്റ്റേറ്റിലേക്ക് അവരുടെ റോള് കൊടുക്കുന്നത്.
ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിന് റോൾ ഉണ്ട് ഒരു ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കോൺസെപ്റ്റിൽ. അപ്പോൾ ആ ഒരു ഓരോ ഇൻഡിവിജ്വലും അവരുടെ പെർട്ടിക്കുലർ റോളിൽ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് പെർട്ടിക്കുലർ റോൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയും പ്ലാറ്റോയും പറയുന്നത് ഇത് തന്നെയുള്ളൂ. ഗോഡ് പറയുന്ന കുറച്ച് ആ ഡിവൈൻ ഒറിജിനിൽ നിന്ന് വരുന്ന നാച്ചുറൽ ലോ കോൺസെപ്റ്റുകൾ, അതായത് നാച്ചുറൽ ലോ അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള റീസണിൽ നിന്ന് വരുന്ന മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ്, അവിടെ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹാർമണി, ജസ്റ്റിസിന്റെ ആ ഒരു ഹാർമണി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹാർമണി ഓഫ് ഇന്നർ മാൻസ് ലൈഫ് എന്ന് പറയുന്ന ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ ഓരോ വ്യക്തികളും കുറച്ച് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസ് ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് പ്ലേറ്റോയും പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ആളുകളായിരുന്നു നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ഫസ്റ്റ് സ്കൂളിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നാച്ചുറൽ ലോ സ്കൂൾ എന്താണെന്ന് ആദ്യം നോക്കുക. ലോ ആൻഡ് റീസണെ തമ്മിൽ കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ ലോ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് റീസൺസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും, അതായത് കുറച്ച് ഹയസ്റ്റ് പ്രിൻസിപ്പിൾസിനെ, അത് ജസ്റ്റും ഫെയറും റീസണബിളും ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ലോയിനെയും റീസണെയും തമ്മിൽ കണക്ട് ചെയ്താണ് പറഞ്ഞത്. ഈ നാച്ചുറൽ ലോ സ്കൂള് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂള് പറഞ്ഞിരുന്നത് അതാണ് ആ ഒരു മോറൽ തിയറി ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നുള്ള രീതിയിലാണ് ലോയിനെ ഒരു മോറൽ തിയറി ഓഫ് ജൂറിസ്പ്രുഡൻസ് ആയിട്ടാണ് പറഞ്ഞത്. ഈ സ്കൂള് പറഞ്ഞത് ലോ എപ്പോഴും കുറച്ച് മോറൽസിനെയും എത്തിക്സിനെയും ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം, എത്തിക്കൽ വാല്യൂസിനെ ബേസ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഫെയറും ജസ്റ്റും റീസണബിളും ആയിട്ടുള്ള ലോ മാത്രമാണ് നാച്ചുറൽ ലോ. എല്ലാ ലോസും അങ്ങനെ ആയിരിക്കണം. ഇനി ഏതെങ്കിലും ലോ നാച്ചുറൽ ലോ അല്ലാത്തതാണെങ്കിൽ അതെന്താവില്ല, വാലിഡ് ലോ ആവില്ല, അത് വോയിഡ് ആയി പോകുമെന്നാണ് പറഞ്ഞത്. നാച്ചുറൽ ലോയിനെ സപ്പോർട്ട് ചെയ്തു വന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു തോമസ് അക്വിനാസ്. അദ്ദേഹം പറഞ്ഞിരുന്ന ലോ അൾട്ടിമേറ്റ്ലി ഫ്ലോ ചെയ്യുന്ന ഡിവൈൻ റീസണിൽ നിന്നാണ്, അതെല്ലാവരും ഫോളോ ചെയ്യണം കോമൺ ആയിട്ടുള്ള ഗുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ അല്ലാത്ത ലോസ് എല്ലാം അൺജസ്റ്റ് ആയിട്ടുള്ള ലോസ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. ജോൺ ലോക്കും പറഞ്ഞിരുന്നത് ഇൻഡിവിജ്വൽ സോഷ്യൽ കോൺട്രാക്ട് തിയറിയുടെ ഭാഗമായിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനും കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള എത്തിക്സ് അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള വാല്യൂസ് അവർ ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് തോമസ് ഹോബ്സും സോഷ്യൽ കോൺട്രാക്ട് തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത് പറഞ്ഞിരുന്നത്. ലിവിത്തൻ കോൺസെപ്റ്റ്, എല്ലാ ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഡിവൈൻ ആയിട്ടുള്ള ലോസ് ആണ്, അതായത് ഡിവൈൻ ഒറിജിനിൽ നിന്ന് വരുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ബൗണ്ട് ചെയ്യണം, എന്നാൽ ഫോളോ ചെയ്യണം, ബൗണ്ടഡ് ആണത് ഫോളോ ചെയ്യാൻ. ദെൻ മാത്രമേ അത് ഗുഡിലേക്ക് എല്ലാവരെയും ആ ഒരു ലോസ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നല്ലതിലേക്കാണ്, ഗുഡിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇനി ഹ്യൂഗോ ഗ്രേഷ്യസ് അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെയാണ്, എല്ലാ സോഷ്യൽ ക്രിയേച്ചേഴ്സിനെയും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഫിലോസഫിക്കൽ സ്കൂളിന്റെ ഫൗണ്ടറാണ് ഹ്യൂഗോ ഗ്രേഷ്യസ് എന്നുള്ളത് പറയുന്നത്. ദെൻ ഇമാനുവൽ കാന്റും ബിലീവ് ചെയ്തിരുന്ന ഒരു മൊറാലിറ്റിയുടെ സുപ്രീം പ്രിൻസിപ്പളിനെയാണ്, അതിനെയാണ് കാറ്റഗറിക്കൽ ഇംപെരേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ബുക്ക് ഒന്ന് നോക്കുക. പിന്നെ ഇൻഡിവിജ്വൽ തിയറി, ഇൻഡിവിജ്വൽ വിൽ ആൻഡ് ജനറൽ വിൽ തിയറി, അദ്ദേഹം അതിൽ പറഞ്ഞിരുന്ന ഓരോ ഇൻഡിവിജ്വൽസിന്റെ വില്ലും ആ ജനറൽ വില്ലും കൂടി ഒന്നിച്ച് ഹാർമോണിയസ്ലി പോകണമെങ്കിൽ ലോ വഴിയായിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽസ് അവിടെ കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ മാത്രമേ ഒരാളുടെ റൈറ്റ് ടു ഫ്രീഡം മറ്റൊരാളുടെ റൈറ്റിനെ അല്ലെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽസിന്റെ ഫ്രീഡത്തെ മായിട്ട് കോഎക്സിസ്റ്റ് ചെയ്ത് പോകുള്ളൂ, കോൺഫ്ലിക്റ്റ് ആവാതെ കോഎക്സിസ്റ്റ് ചെയ്ത് പോകുള്ളൂ. ഇതിനടുത്ത് ഹെഗലും ബിലീവ് ചെയ്തിരുന്നത് ഇതുപോലെ തന്നെയായിരുന്നു, ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അവരും ബിലീവ് ചെയ്തിരുന്ന നാച്ചുറൽ ലോ സ്കൂളിനെ തന്നെയായിരുന്നു. ഓൾസോ ഐഡിയൽ തിങ്കർ ആയിരുന്നു. ദെൻ അരിസ്റ്റോട്ടിലും ഒരു നാച്ചുറൽ ലോ സ്കൂളിന്റെ ഫൗണ്ടിങ് ഫാദർ ആയിട്ട് തന്നെയാണ്. ലോ എന്ന് പറയുന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാച്ചുറൽ ലോ മാത്രമാണ്, നാച്ചുറൽ ലോ വഴിയായിട്ട് മാത്രമേ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അവിടെ ഡിസ്കവർ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് കുറച്ച് ഹയർ റീസൺസ് ഫോളോ ചെയ്യുന്നത് വഴിയായി. അതായത് ഗോഡ് പറഞ്ഞിട്ടുള്ള കുറച്ച്, ഗോഡ് നമ്മളെ ക്രിയേച്ചർ ആയിട്ടുള്ള ഗോഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കുറച്ച് റീസൺസ് അത് ഫോളോ ചെയ്യുന്നത് വഴിയായിട്ടാണ് നമുക്ക് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് അരിസ്റ്റോട്ടിലും പറഞ്ഞത്. സോ ഹി ഓൾസോ സപ്പോർട്ട് ചെയ്തത് നാച്ചുറൽ ലോ സ്കൂളിനെയാണ്. പിന്നെ പ്ലേറ്റോയുടെ ആ ഒരു അഭിപ്രായത്തിലും സെൻസ് ഓഫ് ജസ്റ്റിസ് അവിടെ അച്ചീവ് ചെയ്യണമെങ്കിൽ, എല്ലാ മാനിനും കൊടുത്തിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഈക്വൽ സെൻസ് ഓഫ് ജസ്റ്റിസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഓരോരുത്തരും ആ ഒരു മോറൽ വാല്യൂസ്, അവരുടെ ആ ഒരു വിസ്ഡവും ആ ഒരു റീസൺ, അവർ ഫോളോ ചെയ്യുന്ന എത്തിക്കൽ വാല്യൂസ് എത്രത്തോളമാണ് അല്ലെങ്കിൽ അവരുടെ വിസ്ഡം എത്രത്തോളമാണ് അച്ചീവ് ചെയ്യുന്നത്, അതുവഴിയായിട്ട് മാത്രമേ ആ ഒരു ഹാർമണി ഓഫ് മാൻ ഇന്നർ ലൈഫ്, അതായത് ആ ജസ്റ്റിസ് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് പ്ലേറ്റോയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും ആളുകളാണ് നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഫിലോസഫിക്കൽ സ്കൂൾ എന്ന് ചോദിച്ചാൽ, ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയും. അതല്ലെങ്കിൽ എത്തിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു പേരും നമ്മൾ ഇതിന് പറയുന്നുണ്ട്. ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് കുറച്ചും കൂടി എംഫസൈസ് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ലോയും എത്തിക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതാണ് ഈ ഒരു സ്കൂള് എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു ഐഡിയ. അത് കണക്ഷൻ ബിറ്റ്വീൻ ദ ലോ ആൻഡ് എത്തിക്സ് ആണ്. അവർ ഫോക്കസ് ചെയ്യുന്നത് ലോയുടെ പർപ്പസ് എന്ന് പറയുന്നതും എന്താണ് എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് സോഷ്യൽ ഹാർമണി നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ എത്തിക്കൽ വാല്യൂസ് ഫോളോ ചെയ്തുകൊണ്ട്. അപ്പോൾ ഫിലോസഫിക്കൽ സ്കൂളിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ലോ ഷുഡ് ബി ബേസ്ഡ് ഓൺ
സം എത്തിക്കൽ വാല്യൂസ്. ലോ എന്ന് പറയുന്ന എത്തിക്കൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം എന്നാണ് ഫിലോസഫിക്കൽ സ്കൂൾ അല്ലെങ്കിൽ നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ എത്തിക്കൽ സ്കൂളൊക്കെ പറയുന്നത്. മെറ്റാഫിസിക്കൽ സ്കൂൾ ഒന്ന്, ലോ ഷുഡ് ബി ബേസ്ഡ് ഓൺ എത്തിക്കൽ വാല്യൂസ്. ലോ എന്ന് പറയുന്നത് എത്തിക്കൽ വാല്യൂസിന്റെ ബേസിലായിരിക്കണം. ദെൻ അടുത്ത ഒരു പറയുന്നത് ലോ ഷുഡ് പ്രൊമോട്ട് ഇൻഡിവിജ്വൽ ഫ്രീഡം. ലോ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രൊമോട്ട് ചെയ്തിരിക്കണം. ഇനി ലോ ഷുഡ് മെയിൻറ്റെയിൻ ചെയ്യണം സോഷ്യൽ ഹാർമണി. സോഷ്യൽ ഹാർമണി അവിടെ ലോ പ്രൊമോട്ട് ചെയ്തിരിക്കണം, അതായത് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആൻഡ് ലോ ഷുഡ് പ്രിസർവ് ചെയ്യണം ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം ലോ. ആൻഡ് ലോ ഷുഡ് ബി ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? റീസണുമായിട്ട്, അതായത് റീസൺ ആൻഡ് ലോജിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ലോ എന്നുള്ളത്. ഇത്രയും ഒരു കീ ആയിട്ടുള്ള എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ഫിലോസഫിക്കൽ സ്കൂൾ പറയുന്നത്. ഒന്ന്, ലോ ഷുഡ് ബി ബേസ്ഡ് ഓൺ സം എത്തിക്കൽ ആയിട്ടുള്ള വാല്യൂസ്. ആൻഡ് ലോ ഷുഡ് പ്രൊമോട്ട് ചെയ്യണം ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം. ദെൻ ലോ ഷുഡ് മെയിൻറ്റെയിൻ ചെയ്യണം സോഷ്യൽ ഹാർമണി. ദെൻ ലോ ഷുഡ് പ്രിസർവ് ചെയ്യണം ലോ ആൻഡ് ഓർഡർ ഇൻ ദ സൊസൈറ്റി. ദെൻ ലോ ഷുഡ് ബി ബേസ്ഡ് ഓൺ സം റീസൺ ആൻഡ് ലോജിക്. ഇത്രയും കീ പ്രിൻസിപ്പിൾ ആണ് ഫിലോസഫിക്കൽ സ്കൂളിൽ പറയുന്നത്. ഇതിന്റെ നോട്ടബിൾ ആയിട്ടുള്ള ആ ഒരു പ്രൊമിനന്റ് സപ്പോർട്ടേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞ ഹ്യൂഗോ ഗ്രേഷ്യസ്, അതുപോലെ തന്നെ തോമസ് ഹോബ്സ്, തോമസ് അക്വിനാസ്, അങ്ങനെയുള്ള ഹെഗൽ, ഇമ്മാനുവൽ കാന്റ് മുതലായ ആളുകളെല്ലാം. ഇത്രയും നോക്കി വെക്കുക. ഇതാണ് ഫസ്റ്റത്തെ സ്കൂൾ എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ലോ സ്കൂൾ അല്ലെങ്കിൽ നാച്ചുറൽ ലോ സ്കൂൾ. ഇനി മറ്റൊരു പേരായിരുന്നു എത്തിക്കൽ സ്കൂൾ, ദെൻ അതല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്കൂൾ. ദെൻ അടുത്ത സ്കൂൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ സ്കൂളാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.